കരമുയർത്തി നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. തുടർന്ന് ഒരു പാട്ടിലേക്ക് ആരാധനയിലേക്ക് നാം ഇപ്പോൾ പോകുന്നില്ല. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ശക്തമായി ഇടപെടുവാനിടയായല്ലോ. ഈ രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. നിശ്ചയമായും ഇന്ന് രാത്രിയിലും ദൈവം എന്നോട് ഇടപെടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ജാഗരിച്ചുകൊണ്ട് പകർന്നുകൊണ്ട് ദൈവമേ എന്നോട് സംസാരിക്കണമേ, അവിടുത്തെ ആത്മാവ് എന്നോട് ഇടപെടണമേ എന്നുള്ള വലിയ പ്രാർത്ഥന ഇന്ന് രാത്രിയിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിശ്ചയമായും ഉള്ളങ്ങളെ അറിയുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മുടെ അവസ്ഥകളെ വിവേചിച്ചുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് നാം കടന്നു പോകുന്ന ഓരോ പ്രതികൂല ഘട്ടങ്ങളെയും നമ്മുടെ ആത്മീയ അനുഭവങ്ങളെയും അറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയും സംസാരിപ്പാനിടയാകും. അതിനാൽ ഹല്ലേലൂയ വളരെ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ എല്ലാവരും സമർപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവസന്നിധിയിലായിരിക്കുന്ന രണ്ട് ദൈവദാസന്മാർ, ജോവിൻ പാസ്റ്ററിനായി സ്തോത്രം. അപ്പോൾ തന്നെ റിജു പാസ്റ്റർ തക്ക സമയത്ത് എത്തിച്ചേരുവാനിടയായി. ഹല്ലേലൂയ വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന്റെ ദാസനെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നാം എല്ലാവരും ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. വളരെ നിരയിക്കപ്പെട്ട ഇന്ന് രാത്രിക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് പകലും രാത്രിയും ഈ സഭയിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല വിലപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ സഭയ്ക്ക് വളരെ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ ആദരണീയനായ PMG പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന് ശക്തമായി ചുക്കാൻ പിടിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ ഏറെ ബഹുമാനിക്കുന്ന പാസ്റ്റർ ടീം ഘോഷ് പാസ്റ്റർ ഓർത്തും പാസ്റ്ററുടെ ഫാമിലി ഓർത്തും പ്രത്യേകം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിന് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകിച്ചുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായി കർത്താവിൽ വളരെ ശക്തമായി ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന സ്വദേശത്തും വിദേശത്തും ദൈവത്താൽ വളരെ ശക്തമായി ഉപയോഗിക്കുന്ന പാസ്റ്റർ ജോബിൻ ജോസഫ് പാസ്റ്റർ ഫാമിലി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം. ആമേൻ. വിവാഹത്തിന് മുൻപേ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ദാസൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലിരിക്കുന്ന സമയത്ത് ആമേൻ ശുശ്രൂഷിപ്പാനും ദൈവത്തിന്റെ ആലോചനകൾ കൈമാറാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ശക്തനായ ശുശ്രൂഷകനായ ശേഷം പലപ്പോഴും ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ അതോടൊപ്പം തന്നെ പല മീറ്റിങ്ങുകൾ ഞങ്ങളുടെ ടീം പ്രവർത്തനങ്ങൾ പല മീറ്റിങ്ങുകൾ കർത്താവിന്റെ ദാസൻ വന്ന് ശുശ്രൂഷിക്കുകയും ഞാൻ ഓർക്കുന്ന ഒരു പ്രവാചക ശബ്ദമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് പാസ്റ്റർ ജോബിൻ ജോസഫ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ പാസ്റ്റർ സഞ്ജീവ് പാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. ആമേൻ. പകല് പാസ്റ്റർ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ വിട്ടുപോയി. പിന്നീട് ഞാൻ പാസ്റ്റർ പേര് ചോദിച്ചത്. പാസ്റ്റർ ഒത്തിരി മീറ്റിങ്ങിൽ ഒരുമിച്ചായിരുന്നിട്ടുണ്ട്. പാസ്റ്റർ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളുടെ ടീമിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർ മുരളി പാസ്റ്റർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. കർത്താവിൻ്റെ ദാസനുമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറീസയിൽ മിഷൻ ട്രിപ്പിന് ഞങ്ങൾ കടന്നുപോയത്. 3 ദൈവദാസന്മാരാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒറീസയിൽ പോയത്. അതിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മുരളി പാസ്റ്റർ ഉണ്ട്. പക്ഷേ സമയം നമ്മുടെ മുമ്പിൽ പരിമിതമായതുകൊണ്ട് നമുക്ക് ഇന്ന് ടൈം അനുവദിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസൻ നമ്മോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വളരെ ശക്തമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായകനാണ്. അതുപോലെ വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ്. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പല സ്ഥലങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പഞ്ചാബ്, ഹരിയാന ഇവിടെ നിന്നൊക്കെ പലരും എന്നെ 1-2 പേര് എന്നെ വിളിച്ചു. അപ്പോൾ ഇപ്രകാരം എന്നോട് പറഞ്ഞ് പാസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം, അവിടെയൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിമാനത്താവളങ്ങൾ നമുക്കറിയാം, നമ്മൾ ന്യൂസിൽ കണ്ടതുപോലെ പലയിടത്ത് വിമാനത്താവളങ്ങൾ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ വളരെ ശക്തമായി നമ്മുടെ സ്റ്റേറ്റുകൾക്ക് വേണ്ടി ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കുക. മറ്റ് ആക്രമണങ്ങൾ എപ്പോഴാണ് ആക്രമണം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. ആമേൻ. സ്തോത്രം. വിളിച്ചവരൊക്കെ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. അവർ പേടിച്ചാണ് അവിടെ കഴിയുന്നത്. ഏത് സമയവും അറ്റാക്ക് ഉണ്ടാകും. ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവം സൂക്ഷിച്ചാലേ ഉള്ളൂ. സ്തോത്രം. സൗദിയിൽ പോകുമ്പോൾ നമുക്കറിയാം, ഞാൻ സൗദിയിൽ 2017 ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ എപ്പോഴും യുദ്ധമാണ്.
രാത്രിയൊക്കെ ഉറങ്ങി കിടക്കുമ്പോൾ 12-1 മണിയൊക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് ഉറങ്ങി കിടക്കുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ട് യമൻ അവിടെയൊക്കെ ഇങ്ങനെ യുദ്ധങ്ങളാണ്. സ്തോത്രം, ഹല്ലേലൂയ. പരസ്പര യുദ്ധങ്ങളാണ്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ശക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സൂക്ഷിച്ചാലേ ഉള്ളൂ. ആമേൻ. ഈ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം ഒരു സമാധാനം നമ്മുടെ രാജ്യത്തിന് വരുത്തുവാൻ ദൈവം ഇടപെട്ടാലേ പറ്റത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവസഭയുടെ പ്രാർത്ഥന വിലപ്പെട്ട പ്രാർത്ഥനയാണ്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നത് ആമേൻ നമ്മൾ കേട്ടു. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മുടെ രാജ്യം ഒന്ന് കോംപ്രമൈസായി ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. യേശു പറഞ്ഞതുപോലെ വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്നുള്ളതാണ്. സമാധാനമല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇതിനകത്തൊരു സമാധാനം ഉണ്ടാകാൻ നമുക്ക് ശക്തമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവ് നമ്മളെല്ലാവരെയും ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. എൻ്റെ മുമ്പിലായിരിക്കുന്ന പ്രായമുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുകുട്ടികൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ PMG പ്രസ്ഥാനത്തെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. ഈ PMG പ്രസ്ഥാനവുമായിട്ട് അഭേദ്യമായ ബന്ധം എനിക്കുണ്ട്. PMGയിലെ ഇംഗ്ലീഷ് വർഷിപ്പിൽ പലവട്ടം ഞാൻ ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. ഈ സഭയുമായിട്ട് അഭേദ്യമായ ബന്ധം ഈ ചർച്ചിന്റെ പല ബ്രാഞ്ച് ചർച്ചുകളിലും അനേകവട്ടം പല പ്രാവശ്യം ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. ഈ പ്രസ്ഥാനത്തെ ഞാൻ ഒത്തിരി സ്നേഹിക്കാനുള്ള കാര്യം ഈ PMG പ്രസ്ഥാനം വളരെ ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. കാര്യം നോർത്ത് ഇന്ത്യയിൽ വളരെ പവർഫുള്ളായി ദൈവദാസന്മാർ ഇതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പല സ്റ്റേറ്റുകളിൽ, ഒറീസ, പഞ്ചാബ്, അതുപോലെ കർണാടക, ഇങ്ങനെ പല സ്റ്റേറ്റുകളിൽ വളരെ ശക്തമായി ഈ പ്രസ്ഥാനത്തിലെ ദൈവദാസന്മാർ വളരെ അഹോരാത്രം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ ആമായിട്ടുള്ള അഭേദ്യമായ സ്നേഹമുള്ളത്. കർത്താവ് ഈ പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വളരെ വേഗം ദൈവവചനത്തിലേക്ക് പോയി ചില കാര്യങ്ങൾ ആമേ ഷെയർ ചെയ്ത് നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 1-9 വാക്യം. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി മാറി. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം 1-2. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മാവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയും ദൈവവചനത്തിന്റെ വാതിൽ നമുക്കായി തുറക്കപ്പെടാൻ എല്ലാവരും ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചുവെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നു. യേശു മേഘാരൂഢനായി വരുവാൻ സമയമായി. യേശു കർത്താവ് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകാൻ സമയമായി. ഓ സ്തോത്രം. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയപ്പെടുന്നു. ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ യേശുവിന്റെ മടങ്ങി വരവാണ്. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ച് നമുക്ക് മറ്റൊരു പ്രത്യാശയില്ല. എല്ലാവരും നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കട്ടെ. ഇന്ന് രാത്രി സ്വർഗം തുറക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാർക്ക് വേണ്ടി ഇന്ന് രാത്രിയും സ്വർഗം തുറക്കുന്നു. വെളിപ്പാടിന്റെ തലങ്ങൾ ദൈവം തുറക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി സംസാരിപ്പാൻ അല്പസമയം കരമടിച്ച് അന്യഭാഷയോടെ ദൈവത്തിന്റെ രാത്രി ആരാധിക്കാം. അഭിഷേകത്തോടെ രാത്രി ആരാധിച്ചേ. സ്വർഗം തുറക്കുന്ന വെളിപ്പാടുകൾ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ ആത്മശക്തി പ്രാപിച്ചവർ, അന്യഭാഷയിൽ നിറഞ്ഞവർ ദൈവത്തെ ആരാധിച്ച് കർത്താവ് ഇന്ന് രാത്രി സംസാരിക്കണമേ. വചനത്തിന്റെ വാതിൽ തുറക്കണമേ. വെളിപ്പാട് പ്രാപിച്ചൊരു തലമുറ, ദർശനം പ്രാപിച്ചൊരു തലമുറ, അഭിഷേകമുള്ളൊരു തലമുറ ഈ പട്ടണത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കണം.
എല്ലാ മർമ്മം മഹതിയാം ബാബിലോന് ശക്തികളും ഈ രാത്രി തകരട്ടെ. എല്ലാ പിശാചിന്റെ വാഴ്ചകളും തകരട്ടെ. അന്തിക്രിസ്തുവിന്റെ ആത്മാക്കൾ വിട്ടുപോകട്ടെ. എല്ലാ ഈവിൽ പവറുകൾ രാത്രി മുട്ടുകുത്തട്ടെ. പഴയ പാമ്പിന്റെ ശക്തികൾ ഇന്ന് രാത്രിയും തകർന്നു മാറട്ടെ. അന്യഭാഷയോടെ ദൈവത്തിന്റെ രാത്രി ആരാധിച്ച് പുതിയ കൃപകൾ പ്രാപിച്ച് ഇതൊരു ഫാസ്റ്റിംഗ് പ്രയറാണ്. അതുകൊണ്ട് പുത്തൻ വെളിപ്പാടുകൾ, പുത്തൻ ദർശനങ്ങൾ, പുത്തൻ ദൈവിക ശബ്ദങ്ങൾ രാത്രി പ്രാപിച്ച് യേശുവിന്റെ നാമത്തിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന ദൈവദാസന്മാരെ തീചോലയായി അഭിഷേകത്തോടെ അധികാരത്തോടെ ദൈവം ഉപയോഗിക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയും ജയം ജയം ജയം, തോൽവിയല്ല ജയം. ഇന്ന് രാത്രി ജയം നമ്മുടെ മധ്യയുണ്ട്. ദ ലയൺ ഓഫ് യൂദ, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ, അറുക്കപ്പെട്ട കുഞ്ഞാടായവൻ, ദാവീദിന്റെ വേരായവൻ, ഉദയ നക്ഷത്രമായവൻ, നിലവിളക്കിൻ നടുവിൽ നടക്കുന്നവൻ, ഇന്ന് രാത്രി മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ജയാളിയായവൻ ഈ രാത്രി ഇവിടെ നടകൊള്ളുന്നു. അഭിഷേകത്തോടെ രാത്രി ആരാധിക്കട്ടെ. കാരാഗ്രഹത്തിന്റെ അകത്ത് പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ അടിസ്ഥാനം കുലുങ്ങി, ചങ്ങലകൾ അഴിഞ്ഞു. കാരാഗ്രഹ പ്രമാണി കുടുംബവും രക്ഷപ്രാപിച്ചെങ്കിൽ ഇന്ന് രാത്രി അന്യഭാഷയോട് ആരാധിച്ച് ഇന്ന് രാത്രി ചില കാരാഗ്രഹങ്ങൾ പൊളിയുന്നു, ചങ്ങലകൾ അഴിയുന്നു, ചില കൊടുങ്കാറ്റുകൾ ശാന്തമാകുന്നു. ഇന്ന് രാത്രി ആത്മീയ കണ്ണുകൾ തുറക്കുന്നു. അന്യഭാഷയോടെ ഇന്ന് രാത്രി ആരാധിക്കട്ടെ. ഇവിടെ ആരാധിക്കുമ്പോൾ ചില കെട്ടുകൾ പൊട്ടുന്നു. ഇവിടെ ആരാധിക്കുമ്പോൾ ചില ബന്ധനങ്ങൾ അഴിയുന്നു. ഇന്ന് രാത്രി എല്ലാ വിച്ച് ക്രാഫ്റ്റുകളും, എല്ലാ ബ്ലാക്ക് സ്പിരിറ്റുകളും, എല്ലാ സോർസറികളും ഈ രാത്രി ബ്രേക്ക് ചെയ്യുന്നു. അപ്പാ സ്വർഗം തുറക്കട്ടെ. വെളിപ്പാടിന്റെ കലവറകൾ ഞങ്ങൾക്കായി തുറക്കട്ടെ. ഇന്ന് രാത്രിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഇന്ന് രാത്രി തോറ്റവനല്ല ജയിച്ചവൻ ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ താഴുന്നു. ഈ മിനിസ്ട്രിക്ക് ചുക്കാൻ പിടിക്കുന്ന സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ ദാസനെ കുടുംബമായി മാനിക്കണമേ. അസിസ്റ്റന്റ് പാസ്റ്റാടിക്ക് ദൈവദാസനെ കുടുംബമായി മാനിക്കും. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന അഭിഷിക്തന്മാർ എല്ലാവരെയും മാനിക്കണമേ. ജനത്തെ മാനിക്കണമേ. ശക്തിയുള്ള ദൈവത്തിന്റെ ദൂതൻ മീഖായേൽ ഞങ്ങൾക്കായി ഇന്ന് രാത്രി പട്ടണത്തിൽ ഇറങ്ങി നിൽക്കട്ടെ. 10 കിലോമീറ്റർ ചുറ്റളവിൽ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കട്ടെ. ഈ സഭയ്ക്കെതിരെ വ്യാപരിക്കുന്ന, ജനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ വാഴ്ചയുടെ മേലും, അധികാരത്തിന്മേലും, ലോക അധിപതിയുടെ മേൽ, ദുഷ്ടാത്മസേനയുടെ മേൽ ഞങ്ങൾ ദൈവദാസന്മാർ സഭയായി ക്രൂശിലെ ജയത്തെ ഞങ്ങൾ ഇന്ന് രാത്രി പ്രഖ്യാപിക്കുന്നു. എല്ലാ മഹത്വം ദൈവത്തിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഈ രാത്രിയും വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രതീക്ഷയോടെ, വാഞ്ചയോടിരിക്കുന്ന ഒത്തിരി പേർ ഇതിൻ്റെ അകത്തുണ്ട്. സ്തോത്രം. കഴിഞ്ഞ പകലിൽ ഞാനത് ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞു, വാഞ്ചയോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒത്തിരി പേർ ഇതിനകത്തുണ്ട്. അവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അഭിഷേകത്തിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. സ്തോത്രം. 2-3 കാര്യങ്ങൾ ആമേൻ ഇന്ന് രാത്രി എടുത്തു പറഞ്ഞ് എനിക്ക് ലഭിച്ച സമയത്തിനകത്ത് വെച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ കഴിഞ്ഞ ആമേൻ പകലും നമ്മൾ ചുരുക്കമായി നമ്മൾ കേട്ട ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നാണ് ആമേൻ നമ്മൾ കേട്ടത്. ഇന്ന് രാത്രി നമ്മൾ കേൾക്കുന്നത് വെളിപ്പാട് പുസ്തകമാണ്. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിലെ 2 കാതലായ പുസ്തകമാണ് ദാനിയേൽ, വെളിപ്പാട്. ഈ 2 പുസ്തകങ്ങൾക്കും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. ആമേൻ. സ്തോത്രം. പിശാചിന്റെ അന്തിമ പരാജയം കുറിക്കപ്പെടുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം വായിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ 2 പുസ്തകങ്ങളാണ് ദാനിയേൽ, വെളിപ്പാട്. സ്തോത്രം. ഈ 2 പുസ്തകത്തിനും വളരെ പ്രാധാന്യമുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിന്റെ അകത്ത് പറയുന്നു മുദ്രയിടാൻ പറയുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പറയുന്നു മുദ്രയിടരുത്, കാര്യം സമയം അടുത്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വരവിന്റെ വാതിൽക്കലാണ് നമ്മൾ എല്ലാവരും എത്തി നിൽക്കുന്നത്. സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത് യേശുവിന്റെ വരവ് അടുത്തു. സ്തോത്രം. വെളിപ്പാട് പുസ്തകങ്ങൾ ഒത്തിരി വ്യാഖ്യാനങ്ങൾ നമുക്കറിയാം. പക്ഷേ ഏറ്റവും നന്നായിട്ട് വെളിപ്പാട് പുസ്തകത്തിന് ഒരു ഹെഡിങ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം: മേഘാരൂഢനായി വരുന്ന രാജാവ്. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ കർത്താവിന്റെ വരവടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് തന്നെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവസഭ കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവടുത്തു. ഇന്ന് രാത്രി തികഞ്ഞ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഞാൻ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ 2-3 കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. ഒന്ന്, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. ആമേൻ.
യോഹന്നാന് ഒത്തിരി പ്രത്യേകതയുണ്ട്. യേശുവിന്റെ മാറോട് ചേർന്നിരുന്നവനാണ്. സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ് യോഹന്നാന്റെ ലേഖനം, സുവിശേഷം എല്ലാം എടുത്താൽ യോഹന്നാന്റെ എഴുത്തെല്ലാം ദൈവ സ്നേഹം തന്നെ. ഗോഡ് ഈസ് ലവ്. ആമേൻ. സ്തോത്രം. വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായൊരു വാക്യം ഉണ്ടെങ്കിൽ യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നതിനെ നശിച്ചു പോകാതിരിപ്പാൻ കർത്താവ് ഈ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാന്റെ ലേഖനത്തിനകത്തും പറയുന്നു ദൈവം സ്നേഹം തന്നെ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു. സ്വത്രം. അപ്പൊ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ യോഹന്നാൻ. യേശുവിന്റെ മാറോട് ചേർന്നിരുന്നവനാണ് യോഹന്നാൻ. ധൈര്യശാലിയായിരുന്നു. എല്ലാവരും ഓടുമ്പോഴും യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് എല്ലാവരും കൂടെ നിൽക്കാമെന്ന് പറയുന്ന എല്ലാവരും ഓടും കേട്ടോ. ഹല്ലേലൂയ. സ്വത്രം. എല്ലാവരും ഓടുമ്പോഴും ക്രൂശിന്റെ ചുവട്ടിൽ ധൈര്യത്തോടെ നിൽക്കുന്ന യോഹന്നാൻ. ഈ യോഹന്നാനെയാണ് യേശുവിന്റെ അമ്മയെ ശുശ്രൂഷിപ്പാനുള്ള ദൗത്യം ഏൽപ്പിച്ചത്. ഈ യോഹന്നാനെ. സ്തോത്രം. യോഹന്നാൻ ധൈര്യശാലിയ, കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷിയായിരുന്നു യോഹന്നാൻ. മഹത്വം കണ്ടവർ. ഈ പ്രാർത്ഥനയിലും മഹത്വം കാണാനിരിക്കുന്നവർക്കാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. ഇങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ. അനുഭവ സമ്പത്തിനാണ് പ്രാധാന്യം. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയിൽ പ്രചോദനം കൈക്കൊണ്ട വ്യക്തിയാണ് യോഹന്നാൻ. ഇടിമക്കളിൽ പ്രധാനിയാണ് യോഹന്നാൻ. സ്തോത്രം. വെളിപ്പാടിന്റെ ഗ്രന്ഥകാരനായിരുന്നു യോഹന്നാൻ. ഒത്തിരി പ്രത്യേകതകൾ യോഹന്നാനെ പറയാൻ കഴിയും. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത യോഹന്നാൻ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവനായിരുന്നു. ഇന്ന് രാത്രിയും ഇവിടെ ഇരിക്കുന്ന തലമുറയോട്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ഇന്ന് രാത്രി ആത്മനിറവിൽ പറയുന്നു, നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ആഴമായി ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ഈ ശക്തി എന്റെ മേലൊന്ന് പകരണമേ, ഈ ആത്മസാന്നിധ്യം എന്റെ മേൽ പകരണമേ എന്ന് ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആത്മനിറവുള്ളവൻ ദൈവശബ്ദം കേൾക്കും. ഇന്ന് നമ്മൾ ദൈവശബ്ദം എങ്ങനെ കേൾക്കും? കാര്യം സോഷ്യൽ മീഡിയയിലാണ് ഉറങ്ങുന്നതും ഇരിക്കുന്നതും എല്ലാം സോഷ്യൽ മീഡിയക്കകത്താണ്. ദൈവം വിളിച്ചാൽ പോലും കേൾക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്ന ഒരു തലമുറ ഇന്ന് രാത്രി ഇവിടെ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ദർശനം പ്രാപിച്ചൊരു തലമുറ ഇന്ന് രാത്രി സഭയിൽ എഴുന്നേൽക്കട്ടെ. ദൈവശബ്ദം കേൾക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് രാത്രി ആവശ്യം. എത്ര പേർ ആത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ അഭിഷേകം പ്രാപിക്കുന്ന ഒരു തലമുറ ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് എഴുന്നേൽക്കണമെന്ന് ആത്മാർത്ഥമായി എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് പറയാൻ കഴിയും. പക്ഷേ ദൈവസഭയുടെ ചരിത്രത്തിൽ ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന ഒരു പീരീഡാണ് ആ കാലഘട്ടം. ക്രൈസ്തവ സഭകൾക്കെതിരെ പീഡനങ്ങളുടെ പരമ്പരയാണ്. പോളികാർപ്പിനെയൊക്കെ കത്തിച്ചു കൊല്ലുന്ന ആ ചരിത്രം വായിച്ചാൽ നമ്മുടെ കണ്ണുകൾ നിറയപ്പെടും. ഹല്ലേലൂയ. അത്ര ഭയാനകമായ പീഡനങ്ങൾ, മേജർ പീഡനങ്ങളാണ് ദൈവസഭയ്ക്കെതിരെ അഴിച്ചുവിട്ടത്. നീറോയൊക്കെ പീഡനങ്ങൾ നമുക്ക് പറയാതെ അറിയാം. അത്ര ശക്തമായ പീഡനങ്ങൾ ക്രൈസ്തവ സഭയ്ക്കെതിരെ അഴിച്ചുവിടുമ്പോഴും, ആമേൻ സ്തോത്രം, യോഹന്നാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എഫെസോസിലെ സഭ മുഴുവനും തന്റെ ഭക്തന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടോ പുറകിൽ? പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടോ? അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. ഒരു സഭ മൊത്തത്തിൽ അവൻ യോഹന്നാന് വേണ്ടി, ഒരു ചർച്ചിലെ സീനിയർ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് ആത്മാവിൽ അറിയാം. ഈ രാത്രി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ചരിത്രം തിരുത്താൻ പോകുകയാണ്. ഈ പട്ടണത്തെ ചലിപ്പിക്കുന്ന ഒരു പ്രയറാക്കി ദൈവം ഈ പ്രയറിനെ മാറ്റാൻ പോകുകയാണ്. ഈ പ്രസ്ഥാനത്തെ മാറ്റാൻ പോകുകയാണ്. അസാധാരണമായ ഡെലിവറൻസുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് ഞാൻ ആത്മാവിൽ ഇതിനകത്ത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് രാത്രി പ്രാർത്ഥിക്കുവാൻ ഒരു തലമുറ ഇന്ന് രാത്രി നിൽക്കട്ടെ. അത്ര ഭയങ്കരമായ പീഡനങ്ങൾ അഴിച്ചുവിടുന്ന കൂട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ പ്രതിമകൾ പല സ്ഥലത്തും സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രതിമ നമസ്കരിച്ചില്ല എങ്കിൽ അവൻ തിളച്ച എണ്ണയിലിടും, അല്ലെങ്കിൽ പത്മോസിലെ ഏകാന്തതയിലേക്ക് നടകടത്തപ്പെടും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യോഹന്നാൻ, യേശുവിന്റെ മാറോട് ചേർന്നിരിക്കുന്ന യോഹന്നാൻ എന്റെ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുകയാണ്. ആ സമയത്താണ് യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയാം, അഭിഷേകമുള്ളവനെ തിളച്ച എണ്ണയിലിട്ടാലും അവൻ പുറത്തു വന്നിരിക്കും. നിന്റെ ശുശ്രൂഷ തീരാതെ ഒരു തിളച്ച എണ്ണയ്ക്ക്
അടിമയ്ക്കോ ഒരു വാളിനോ ഒരു അധികാരത്തിനോ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. എത്ര പേർ രാത്രി വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ തീരാതെ ഒരു ദുരാത്മാവിന്റെ ശക്തികൾക്കോ ഒരു പൈശാചിക ശക്തികൾക്കോ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നീ പുറത്തു വന്നിരിക്കും. ഹല്ലേലൂയ. തിളച്ച എണ്ണയ്ക്ക് യോഹന്നാനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം നമുക്ക് അത് കഴിഞ്ഞ് യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. ഇന്നത്തെ പത്മോസ് അല്ല, അന്നത്തെ പത്മോസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അന്നത്തെ പത്മോസ് ഒറ്റപ്പെട്ട സ്ഥലം, ഏകാന്തതയുടെ സ്ഥലം, ഏത് സമയത്തും ഭീമാകരമായ കഴുകന്മാർ അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം, വിഷസർപ്പങ്ങളുള്ള സമയം, വിഷത്തേളുകൾ ഉള്ള സമയം. അവിടത്തെ ഏകാന്തതയുടെ അന്തരീക്ഷം ഒരു ഭക്തനെ തകർത്ത് കളയും. ആമേൻ. ആ അന്തരീക്ഷത്തിനകത്ത് ചരിത്രം പറയുന്നു, ഏകദേശം 18 മാസം കൂടെ ആരാധിക്കാൻ ആരുമില്ല, ബാൻഡടിക്കാൻ ആരുമില്ല, കൂടപ്പുറപ്പായി സഹോദരങ്ങൾ ആരുമില്ല. പക്ഷെ അഭിഷേകമുള്ള യോഹന്നാൻ യേശുവുമായിട്ട് ഒരുമിച്ച് ഇരിക്കുന്നു. എത്ര പേർ രാത്രി വിശ്വസിക്കുന്നുണ്ട്? അഭിഷേകമുള്ള യോഹന്നാൻ, ആത്മനിറവ് പ്രാപിച്ച യോഹന്നാൻ യേശുവുമായിട്ട് അടുത്തിരിക്കുന്നു. അവിടെ ആത്മാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഒരു പത്മോസിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. രാത്രി അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ രാത്രി അന്യഭാഷയോടെ ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ. ഇത് ട്രാൻസ്ഫർ സമയമാണ്. നമുക്കറിയാം, PMG പ്രസ്ഥാനത്തിലല്ല ഞാൻ നിൽക്കുന്ന, IPC പ്രസ്ഥാനത്തിലെ ട്രാൻസ്ഫർ സമയമാണ്. ട്രാൻസ്ഫർ സമയത്ത് അനേക ദൈവദാസന്മാർ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ പ്രതീക്ഷിച്ചത് നല്ല ചർച്ച ആയിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് ഒരു ഏകാന്തതയ്ക്കകത്തിട്ട് കളഞ്ഞു. ഹല്ലേലൂയ. ഒരു പാസ്റ്ററിന്റെ വേദനയോട് വിളിച്ചു പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങളെ വിളിച്ചത് ഒരു പ്രസ്ഥാനമല്ല, നിങ്ങളെ വിളിച്ചത് സർവശക്തനായ ദൈവമാണ്. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം പ്രസ്ഥാനത്തിന് അല്ല. എത്ര പേർ രാത്രി തിരിച്ചറിയുന്നുണ്ട്? നിങ്ങളെ വിളിച്ചത് ദൈവം സർവശക്തൻ. നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം IPCയുടെ അഭിഷേകമാണോ? ഇപ്പം പറയണം, PMGയുടെ അഭിഷേകമാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം സർവശക്തനായ ദൈവത്തിന്റെ അഭിഷേകമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, ഒരു ശക്തികൾക്കും ഒരു പ്രതിസന്ധികൾക്കും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. നിങ്ങൾ പുറത്തു വന്നിരിക്കും. കൃപ പ്രാപിച്ച ദൈവമക്കൾ കരമടിച്ച് അന്യഭാഷ വാതുറന്ന് പറഞ്ഞു പറ, ഒരു പത്മോസിന്റെ ഏകാന്തതയ്ക്കും ഒരു സെമിത്തേരിക്കും നിന്നെ ശുശ്രൂഷ തകർക്കാൻ കഴിയത്തില്ല. ദൈവമാണ് വിളിച്ചതെങ്കിൽ, ദൈവമാണ് ശുശ്രൂഷ ഏൽപ്പിച്ചതെങ്കിൽ, ദൈവമാണ് നിന്റെ അഭിഷേകം നിന്റെ അകത്ത് പകർന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ പുറത്തു വരും. ഹല്ലേലൂയ. അഭിഷേകമുള്ളവനെ പത്മോസിന്റെ ഏകാന്തതയിൽ ഒതുക്കാൻ പറ്റത്തില്ല കേട്ടോ. അഭിഷേകമുള്ളവൻ കാരാഗൃഹത്തിന്റെ അകത്ത് കിടന്നാൽ അവിടെ കിടന്ന് ആരാധിക്കും. കാരാഗൃഹത്തെ പൊളിച്ചു പുറത്തു വരും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? രാത്രി ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടന്നാലും അവിടെയും ദൂതൻ ഇറങ്ങി വരും. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാ വിളിച്ചു പറയുന്നു, ചില കാരാഗൃഹങ്ങൾ ഇന്ന് രാത്രി പൊളിയുന്നു, ചില ചങ്ങലകൾ ഇന്ന് രാത്രി പൊളിയുന്നു. കാരണം ഇന്ന് രാത്രി അതിനെ തകർക്കുന്നതാണ് നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന അഭിഷേകം, നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന ദൈവശക്തി. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരു പ്രതികൂലങ്ങൾക്ക്, ഒരു പൈശാചിക ശക്തികൾക്ക് നിന്നെ തകർക്കാൻ പറ്റാത്ത അഭിഷേകം. എത്ര പേർ രാത്രി അന്യഭാഷയിൽ നിറയുന്നുണ്ട്? എത്ര പേർ പരിശുദ്ധാത്മാവിൽ നിറയുന്നുണ്ട്? നീ പ്രാപിച്ച അഭിഷേകം വലുതാണ്, നീ പ്രാപിച്ച ദർശനം വലുതാണ്. ഇന്ന് രാത്രി ഏറ്റവും വലുത് അഭിഷേകമാണ്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ നിറവ് യോഹന്നാൻ നേരത്തെ ഉണ്ടായിരുന്നു. ആമേൻ. നിങ്ങൾ നോക്കുക, അപ്പോസ്തലപ്രവൃത്തി 1:14. മർക്കോസിന്റെ മാളിക മുറിയിൽ കുറച്ചു പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഗ്രൂപ്പിൽ ആരുണ്ട്? യോഹന്നാൻ അവിടെ ഉണ്ട്. മറക്കരുത്. ആ ഉണർവിന്റെ പ്രാർത്ഥനയിൽ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യോഹന്നാൻ അവിടെ സാക്ഷിയായിട്ടുണ്ട്.
അപ്പോസ്തലപ്രവൃത്തി 2 കാത്തിരുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കൊടിയ കാറ്റുപോലെ തീജോല പോലെ ഇറങ്ങി വന്നു. അവിടുത്തെ ഒന്നാമത്തെ പ്രസംഗം പത്രോസിന്റെ പ്രസംഗമാണ്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു. പത്രോസിന്റെ അടുത്ത ശുശ്രൂഷ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി അവൻ ചാടി എഴുന്നേൽക്കുകയാണ്. ആ ശുശ്രൂഷയുടെ കൂടെ പത്രോസിന്റെ കൂടെ യോഹന്നാനുണ്ട്. എത്ര പേർ അത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഭവ സമ്പത്തിനാണ് പ്രാധാന്യം. നിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തിയുണ്ടോ? ആത്മനിറവുണ്ടോ? പ്രാപിച്ച അഭിഷേകം ഒരിക്കലും പോകത്തില്ല കേട്ടോ. പ്രാപിച്ച അഭിഷേകം പോകത്തില്ല. അഭിഷേകം നീ പ്രാപിച്ചിട്ടുണ്ട്. നിന്റെ ഉള്ളിൽ കത്തിയ തീ ഒരിക്കലും അണയത്തില്ല കേട്ടോ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം. വനാന്തരത്തിനകത്ത് ദാവീദ് സിംഹത്തെയും കരടിയെയും കൊന്നപ്പോൾ ആരും അറിഞ്ഞില്ല തന്റെ അകത്ത് കിടന്നിരുന്ന അഭിഷേകം എന്താണെന്ന്. ഒരു ദേശത്തെ മൊത്തം വെല്ലുവിളിക്കുന്ന മള്ളനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ ഒറ്റയ്ക്ക് അഭിഷേകത്തോടെ ഇറങ്ങിപ്പോയ ദാവീദ് ഒരു ദേശത്തിന്റെ വെല്ലുവിളിയെ ഒറ്റയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട് രാക്ഷസ മല്ലനെ തകർത്ത അഭിഷേകം. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ആത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നീ പ്രാപിച്ച അഭിഷേകം ചെറുതല്ല. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ ചെറുതല്ല. നിന്നെ ആത്മാവിൽ നിറച്ചത് ചെറുതല്ല. നിന്നെ അഭിഷേകത്തിന്റെ അടുത്ത തലത്തിലേക്ക് ദൈവാത്മാവ് ഇന്ന് രാത്രി കൊണ്ടുപോകാൻ പോകുകയാണ്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിച്ചു. എഫെസോസിൽ പൗലോസ് പോയിട്ട് ആദ്യം ചോദിച്ചത് വാട്സപ്പ് ഉണ്ടോ എന്നല്ല. സ്തോത്രം, ഹല്ലേലൂയ. സോഷ്യൽ മീഡിയ ഉണ്ടോ എന്നല്ല ചോദിച്ചത്. പൗലോസ് ചോദിച്ചത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോകും. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവര് പറഞ്ഞു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും നിങ്ങൾ കേട്ടിട്ടില്ല. ഇന്ന് രാത്രി എന്റെ മുമ്പിൽ ഇരിക്കുന്ന യൂത്ത് തലമുറയോട് ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി ദൂത കൈമാറുന്നു. അഭിഷേകം പ്രാപിക്കണം. ദൈവശക്തി നിങ്ങൾ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് വേറെ ഒന്നും പ്രാപിച്ചില്ലെങ്കിലും ആത്മാവിന്റെ നിറവിന് വേണ്ടി ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു അസാധാരണമായ ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുകയാണ്. എബസോസിനെ അടക്കി ഭരിച്ച ആമേൻ സ്തോത്രം ശുദ്രപ്രയോഗത്തിന്റെ മാന്ത്രിക ശക്തിയെ കത്തിച്ച് കളഞ്ഞത് ദൈവത്തിന്റെ അഭിഷേകമാണ്. ശമരിയായെ ഭരിച്ച ആഭിചാര ശക്തിയെ അഴിച്ചത് ദൈവം പകർന്ന അഭിഷേകമാണ്. ഫിലിപ്പിയായിലെ ദുരാത്മാവിനെ ശാസിച്ചത് ദൈവം പകർന്ന അഭിഷേകമാണ്. എത്ര പേർ രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് എന്നെ കൊണ്ടുവരണമേ. എന്റെ ചിന്ത ശരിയാണ്. എന്റെ ചിന്തയിൽ ഞാൻ പറയുന്നു, പൗലോസിന്റെ ഉച്ചം തല മുതൽ പാദം വരെയും കറണ്ട് പാസ് ചെയ്യുന്ന അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവശക്തി. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ഇന്ന് രാത്രി അഭിഷേകം പകരണമേ. ഞാൻ നിങ്ങളോട് പറയാം, അഭിഷേകം പ്രാപിച്ച് നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിന്നാൽ അഭിഷേകം കൊണ്ട് ഒരു കാര്യവും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ പ്രാപിച്ചിട്ട് നിങ്ങൾ തന്നെ ഒതുങ്ങി നിന്നാൽ ഈ അഭിഷേകം കൊണ്ട് ഒരു കാര്യവുമില്ല. ഈ അഭിഷേകം മറ്റുള്ളവരിലേക്ക് പകരണം. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? ഈ പട്ടണത്തെ ചലിപ്പിക്കാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എത്രയും പേര് മതി. ഈ ദേശത്തെ പിടിച്ചടക്കുവാൻ ഇവിടെ ഇരിക്കുന്ന എത്രയും പേർ ഇന്ന് രാത്രി മതി. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ തീജോലയ്ക്കായി ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ആത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? അഭിഷേകത്തിന്റെ തീ നാളമാക്കി ദൈവത്തിന്റെ ആത്മാവ് സഭയെ പുറത്തെടുക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവകൃപ ഈ തലമുറയിൽ പകരപ്പെടട്ടെ. അന്യഭാഷയിൽ വാ തുറന്ന ദൈവത്തെ ആരാധിച്ച് നഷ്ടപ്പെട്ട കോടാലി, നഷ്ടപ്പെട്ട ശുശ്രൂഷ, നഷ്ടപ്പെട്ട അഭിഷേകം, നഷ്ടപ്പെട്ട വെളിപ്പാടുകൾ, നഷ്ടപ്പെട്ട ദർശനങ്ങൾ, നഷ്ടപ്പെട്ട ദൈവികമായ അധികാരങ്ങൾ ദൈവം നിങ്ങളുടെ മേൽ കൈമാറാൻ രാത്രി ആഗ്രഹിക്കുന്നു. എത്ര പേർ രാത്രി ആഗ്രഹിക്കുന്നു, കർത്താവേ ഈ അഭിഷേകത്തിന്റെ ശക്തി എന്റെ മേൽ പകരണമേ. ഞാൻ ഇന്ന് രാത്രി ആത്മനിറവിൽ രാത്രി തിരിച്ചറിയുന്നു, ഈ പാളയം, ഈ PMG സഭയ്ക്കെതിരെ വ്യാപരിക്കുന്ന ചില ആഭിചാരങ്ങൾ രാത്രി അഴിയും. ഇവിടെ വ്യാപരിക്കുന്ന ചില മന്ത്രവാദങ്ങൾ രാത്രി അഴിയാൻ പോകുകയാണ്. ഈ പ്രസ്ഥാനം ഇവിടെ അപവൃത്തിയിൽ എത്താതിരിക്കാൻ, ഇതിവിടെ വളർന്ന് പന്തലിക്കാതിരിക്കാൻ ഇതിനെതിരെ വ്യാപരിക്കുന്ന ചില ദുരാത്മാവിന്റെ ശക്തികൾ പൊളിയാൻ പോകുന്നു. അഭിഷക്തന്മാർക്കെതിരെ, ശുശ്രൂഷകർക്കെതിരെ, ചില കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഒന്ന് അന്യഭാഷയിലൊന്ന് ആരാധിച്ച്
ഓ, ദൈവസഭയുടെ ഐക്യതയെ പോലും തകർത്ത് കളയുവാൻ, ദൈവസ്നേഹത്തെ തകർത്ത് കളയുവാൻ അണിയാറയിൽ പ്രവർത്തിക്കുന്ന ചില ദുരാത്മാവിന്റെ സങ്കേതങ്ങൾ ഇന്ന് രാത്രി പൊളിക്കുന്ന ഒരു അഭിഷേകം. അന്യഭാഷയോടെ രാത്രി ആരാധിച്ച ആക്സിഡന്റ് മരണങ്ങൾ ഇവിടം വിട്ടു മാറിപ്പോകട്ടെ. അഭിഷക്തന്മാരെ മാരക രോഗങ്ങൾക്കൊക്കെ അടിമപ്പെടുത്തുന്ന ചില ദുരാത്മാവിന്റെ ശക്തികൾ ഇന്ന് രാത്രി പഠനത്തിന് അഴിയട്ടെ. ചില ദുർഭൂത ശക്തികൾ ഇന്ന് രാത്രി ദേശം വിട്ട് മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി അഭിഷേകത്തോടെ ഇന്ന് രാത്രി ആരാധിച്ച് അന്യഭാഷയോട് ആരാധിച്ച് ഓ ഷാമാ രഹസ്യ അംദൽ ഖമാന ഘടക ശംദൽ ഖമന ഘടക യേശുവിന്റെ നാമത്തിൽ രാത്രി ആരാധിക്കുമ്പോൾ തന്നെ ദൈവസഭയ്ക്ക് വിരോധമായി പൊങ്ങുന്ന ഈ ദൈവസഭയ്ക്കെതിരെ അണിയറയിൽ പാതാള ഗോപുരങ്ങൾ ചലിക്കുന്നുണ്ട്. മറക്കരുത്, ശക്തമായ ചില മന്ത്രവാദ ആഭിചാര ശക്തികൾ സഭയ്ക്കെതിരെ വെല്ലുവിളിക്കുന്നുണ്ട്. ദൈവസഭ തിരിച്ചറിഞ്ഞോണം. മറ്റൊന്നുമല്ല, ചർച്ചിന്റെ ഐക്യതയെ നശിപ്പിച്ചു കളയാം. ഐക്യത തിരിയുന്ന പിന്നെ പിശാചിന് എളുപ്പമല്ലേ? സ്തോത്രം. ഇന്ന് രാത്രി ഐക്യതയോടെ നിൽക്കണം. ചില ദൈവദാസന്മാരെ അപകടങ്ങളിൽ, ആക്സിഡന്റുകളിൽ തകർത്ത് കളയുവാൻ ദേശത്തിലെ അന്ധകാരങ്ങൾ വെല്ലുവിളിക്കുന്നു. ചില വ്യക്തികളെ, ജീവിതങ്ങളെ, കുടുംബത്തെ ഞാൻ കഴിഞ്ഞ പകൽ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഒരു ദൂത് ഇവിടെ വിളിച്ചു പറഞ്ഞു. ഞെട്ടിപ്പിക്കുന്ന ഒരു വേർപാട് ഈ സഭയിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന്. ഇന്ന് രാത്രി ആ ദുരാത്മാവിന്റെ ശക്തികൾ ഈ രാത്രി ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. ഇന്ന് രാത്രി അന്യഭാഷയോടെ പ്രാർത്ഥിച്ച് സഭയ്ക്ക് വിരോധമായി, കുടുംബങ്ങൾക്ക് വിരോധമായി, തലമുറകൾക്ക് വിരോധമായി, ഇവിടത്തെ ശുശ്രൂഷയ്ക്ക് വിരോധമായി ദേശത്ത് ചലിക്കുന്ന ചില ദുരാത്മാവിന്റെ അഭിഷക്തന്മാർക്കെതിരെ അവരുടെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുവാൻ കഴിയാതെ അതിനെതിരെ വ്യാപരിക്കുന്ന ചില തലങ്ങൾ ഇന്ന് പകൽ ആത്മാവ് രാത്രി പൊട്ടുന്നു. അന്യഭാഷയോടെ പ്രാർത്ഥിച്ച രാത്രി സഭയിൽ ആത്മാക്കൾ വരാതെ, കൂട്ട സ്നാനങ്ങൾ നടക്കാതെ, ദൈവസഭയുടെ അപവൃത്തിയെ തടയുന്ന എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങളെയും ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് ശാസിക്കുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടട്ടെ. രാത്രി വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ, പ്രോമിസുകൾ പുറത്തു വരട്ടെ, ദൈവിക വിടുതലുകൾ പുറത്തു വരട്ടെ. പിശാചിന്റെ തലങ്ങൾ രാത്രിയും അഴിയട്ടെ. ഊരി പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതൻ മീഖായേൽ ഈ രാത്രി ഇറങ്ങി വരട്ടെ. ഒരു ആത്മതലം ഇവിടെ വെളിപ്പെടട്ടെ. സ്തോത്രം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ആത്മനിറവ് ഏറ്റവും പ്രാധാന്യമേറിയ ഘടകമാണ്. ഇന്ന് രാത്രി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ഇപ്പൊ മാളിക മുറിയിൽ പ്രാർത്ഥനയിൽ യോഹന്നാനുണ്ട്. പെന്തക്കോസ്ത് തീജ്വാലയായി ഇറങ്ങി വരുമ്പോൾ അതിനകത്ത് യോഹന്നാൻ സാക്ഷിയായിട്ടുണ്ട്. അടുത്ത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ചാടി എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് യോഹന്നാൻ ശുശ്രൂഷയ്ക്കായിട്ട് അവിടെയുണ്ട്. ശമരിയായിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ വേണ്ടി അവിടെ പറഞ്ഞയക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അതിൻ്റെ കൂടെ പത്രോസിന്റെ കൂടെ യോഹന്നാനുണ്ട്. പ്രതിസന്ധികളുടെ നടുവിൽ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ യോഹന്നാൻ ആത്മനിറവുള്ളവനായി നിൽക്കുന്നുണ്ട്. ഈ അഭിഷേകത്തിന്റെ നിറവാണ്, ഈ ദൈവശക്തിയാണ് പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാനെ നിർത്തിയത്. മറക്കരുത്. 4 ഘട്ടങ്ങൾ ആത്മതലം അതിനകത്ത് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നു. ഒന്ന്, വെളിപ്പാടിന്റെ 1-ാമത്തെ ഘട്ടം പത്മോസിന്റെ ഏകാന്തതയാണ്. 2-ാമത്തെ ഘട്ടം വെളിപ്പാട് 4:1 സ്വർഗം തുറക്കുന്ന 2-ാമത്തെ ഘട്ടം. സ്തോത്രം. ഒരു ഘട്ടത്തിൽ നിന്ന്, ഒരു തലത്തിൽ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകുക. ഞാൻ ഇന്ന് രാത്രി സഭയോട് നിങ്ങളോട് പറയാം, ആത്മനിറവില്ലാതെ ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. ആത്മനിറവില്ലാതെ ക്രിസ്തുവിനെ കാണാൻ പറ്റത്തില്ല. ആത്മനിറവില്ലാതെ സ്വർഗത്തെ കാണാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഒരു ആത്മനിറവിലേക്ക് സഭ ഇറങ്ങി വരണം. എനിക്ക് ഒത്തിരി ദൈവഭക്തന്മാരറിയാം, അവരുടെ സാക്ഷ്യം കേട്ടുണ്ട്. അവർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അല്ലെങ്കിൽ ആത്മവിവശതയിൽ സ്വർഗത്തിൽ പോയി സ്വർഗത്തെ കണ്ടവർ ഞാൻ കണ്ടിട്ടുണ്ട്.
ഒത്തിരി സാക്ഷികൾ ഞാൻ കേട്ടു. അതിൽ മോർച്ചറി മത്തായി എന്ന ദൈവദാസൻ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ബോഡി നിശ്ചലമായി ആത്മവിവശതയിൽ സ്വർഗത്തിൽ പോയി സ്വർഗത്തിലെ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് മടങ്ങി വന്നു. സ്തോത്രം. ആത്മനിറവ് ഏറ്റവും വലുതാണ്. ഇന്ന് രാത്രി ആത്മനിറവിലേക്ക് നിങ്ങൾ കടന്നുപോയാൽ ദൈവം ചില വെളിപ്പാടിന്റെ തലങ്ങൾ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടും. വെളിപ്പാടിന്റെ മൂന്നാമത്തെ ഘട്ടം നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം 17 അതിന്റെ 3 വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ആത്മാവിൽ യോഹന്നാനെ മരുഭൂമിയിൽ കൊണ്ടുപോയി. ആ മരുഭൂമിയിൽ വെച്ചാണ് യോഹന്നാനെ കാണിക്കുന്നത് അന്തിക്രിസ്തുവിന്റെ സഭ. അതാണ് മർമ്മം മഹദിയാം ബാബിലോൺ. നമുക്കറിയാം, ഒരു വിശുദ്ധ സഭയെ ഒരുക്കുന്നത് പോലെ അന്തിക്രിസ്തുവിന് സഭയുണ്ട്. അതാണ് മർമ്മം മഹദിയാം ബാബിലോൺ. വെളിപ്പാടിന്റെ 4ാമത്തെ ഘട്ടമാണ് വെളിപ്പാട് പുസ്തകം 21 വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിലേക്ക് യോഹന്നാനെ ദൈവത്തിന്റെ ആത്മാവ് ഉയർന്ന വൻമലയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. വെളിപ്പാടിന്റെ 4 ഘട്ടങ്ങൾ ബൈബിൾ പറയുന്നു. സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് സഭയുടെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വെളിപ്പാട് തുറക്കും. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയും ചിലത് എഴുതുവാൻ ഭാവികാല സംഭവങ്ങളെ മറ നീക്കി യോഹന്നാനെ ദൈവം കാണിച്ചു കൊടുത്തുവെങ്കിൽ ഇന്ന് രാത്രി ചിലത് കുറിച്ചു വയ്ക്കുവാൻ, ചിലത് എഴുതി വയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പാടുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു എന്ന് എത്ര പേർ രാത്രി വിശ്വസിക്കുന്നുണ്ട്? കരം പിടിച്ച് ആത്മാവിൽ പറയുക, ഇന്ന് രാത്രി ഒരൊറ്റ കുഞ്ഞില്ലാതെ എല്ലാ പേരും പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് വരട്ടെ. ആരാധിച്ച് അന്യഭാഷയിൽ രാത്രി ആരാധിച്ച്, അഭിഷേകത്തോടെ രാത്രി ആരാധിച്ച്, ദൈവശക്തി ഇതിനകത്തേക്ക് ഭയങ്കരമായി ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. ചില അഡിഷനുകൾ രാത്രി പൊട്ടുന്നുണ്ട്. ചില അന്ധകാര മണ്ഡലങ്ങൾ രാത്രി പൊട്ടുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ചലിക്കുന്നുണ്ട്. ദൈവം മാനിക്കുന്ന സമയം നമ്മുടെ മുൻപിലുണ്ട്. ദൈവം ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി കുഞ്ഞുങ്ങളോട് പറയുന്നു, നിങ്ങൾ എല്ലാവരും അഭിഷേകത്തിൽ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി നിറയപ്പെടണം. സ്വത്രം. ഇന്ന് പകൽ ഈ മോനോട് ദൈവം സംസാരിച്ചപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടു. ദൈവത്തിന്റെ ഒരു പ്രത്യേക വിളി എന്തുണ്ട് നിന്റെ മേലുണ്ട്. സ്വത്രം. ദൈവത്തിന്റെ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് നിന്റെ അകത്ത് കിടക്കുകയാണ്. സ്വത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി തകരത്തില്ല കേട്ടോ മോനെ. സമർപ്പണത്തോടെ തീരുമാനത്തോടെ ഈ പ്രാർത്ഥനയിൽ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്നോണം. സ്തോത്രം. കർത്താവ് ചില കെട്ടുകൾ പൊട്ടിച്ച് ദൈവം തന്നെ റിലീസാക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. എത്ര പേർ രാത്രി വിശ്വസിക്കുന്നുണ്ട്? ദൈവം ഇന്ന് രാത്രി അളവില്ലാത്ത ആത്മസാന്നിധ്യം ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഈ രാത്രി ദൈവാത്മാവ് കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് ദൈവാത്മാവിന്റെ ഇംപാഷൻ, ആത്മാ പകർച്ച ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കട്ടെ. വെളിപ്പാടിന്റെ തലങ്ങൾ ദൈവം യോഹന്നാന് വേണ്ടി തുറന്നു കൊടുത്തു. ഇനി വെളിപ്പാട് നമുക്ക് നോക്കാം. സ്വന്തം വെളിപ്പാട് പുസ്തകം 1:1 നമ്മൾ വായിക്കുന്നു. ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. The revelation of Jesus Christ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ക്രൈസ്റ്റ് റെവലേഷൻ, അല്ലയോ? ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാടല്ലെങ്കിൽ പിന്നെ എന്താ ആത്മീയത? ആമേൻ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ നട്ടെല്ല്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചവർക്കായി ഞാൻ ഇന്ന് രാത്രി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, യേശു പൊതുവിൽ ചോദിക്കുന്നുണ്ട്. ജനങ്ങൾ യേശുവിനെ യോഹന്നാനെന്നും അല്ലെങ്കിൽ ഏലിയാ പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? എല്ലാവരും ഒരു ഭാഗത്ത് സൈലന്റ് ആയി തീരുമ്പോൾ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവത്രേ. യേശു മറുപടി പറഞ്ഞു, ജഡരക്തങ്ങളല്ല, ആമേ സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ട്? ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അകത്തുള്ളവനെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ ഉറച്ചിന്ന് രാത്രി പറയുന്നു, ഈ രാത്രി നമുക്ക് ആവശ്യം ക്രൈസ്റ്റ് റെവലേഷൻ ആണ്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് ഈ രാത്രി നമ്മുടെ അകത്തുണ്ടാകണം. ശമര്യാസ്ത്രീയോട് യേശു സംസാരിക്കുന്നുണ്ട്. ശമര്യാസ്ത്രീയുടെ സകല ഡീറ്റെയിൽസും യേശുവിന് അറിയാം. സംസാരിച്ച് വരുമ്പോൾ ശമര്യാസ്ത്രീ പറയുന്നുണ്ട്, നീ സാക്ഷാൽ ഒരു പ്രവാചകനാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പറഞ്ഞു, നീ സാക്ഷാൽ മഷികയാണ്. വീണ്ടും പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു.
അവൾ പട്ടണം മുഴുവനും ചെന്ന് പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ശമരിയ മുഴുവനും ക്രിസ്തുവിനെ അറിയാനിടയായി തീർന്നു. ഇന്ന് രാത്രി ക്രിസ്തുവിനെ കുറിച്ചുള്ള അകത്ത് ഒരു ആഴമായ വെളിപ്പാട് ഇന്ന് രാത്രി നിങ്ങൾ പ്രാപിച്ചിരിക്കണം. സാധു സുന്ദർ സിംഗ് തന്റെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ്. തന്നെ ദൈവം പവർഫുള്ളായി ശക്തിയോടെ ഉപയോഗിക്കാനുള്ള കാര്യം ക്രിസ്തുവിന്റെ വെളിപ്പാടകത്ത് പ്രാപിച്ചതുകൊണ്ട്. ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടാൻ ഉപദ്രവിക്കുവാനും മുൻപിൽ ഇറങ്ങിയ വ്യക്തിയാണ് ശൗൽ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 9 വരുമ്പോൾ ദൈവം ശൗലിനെ തൊട്ടു, ഡയറക്റ്റ് ആയിട്ട് തൊട്ടു. ശൗലേ, നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്ന ഒരു വെളിപ്പാട് നിനകത്തേക്ക് ദൈവാത്മാവ് കൈമാറാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ക്രിസ്തുവിന്റെ വെളിപ്പാട് പൗലോസിന്റെ അകത്ത് ലഭിച്ചപ്പോ കൊലോസ്യ ലേഖനത്തിനകത്തേക്ക് പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു എന്റെ രക്ഷിതാവാണ്, എന്റെ ആധാരമാണ്, എന്റെ വീണ്ടെടുപ്പുകാരനാണ്. ഹല്ലേലൂയ. ആ വെളിപ്പാടിന്റെ അകത്തേക്ക് ദൈവം കൈമാറുകയാണ്. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ വെളിപ്പാട് എന്റെ അകത്ത് പകരണമേ. കർത്താവിനെ കുറിച്ചൊരു ആഴമായ വെളിപ്പാട് നിങ്ങളുടെ അകത്തില്ലെങ്കിൽ നിങ്ങൾ പീഡനങ്ങൾ വരുമ്പോൾ തകർന്നു പോകും, പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ തകർന്നു പോകും. പക്ഷെ ഇന്ന് രാത്രി വെളിപ്പാടുള്ള യോഹന്നാൻ പറയും, യേശു കർത്താവ് അവൻ ആദ്യനും അന്ത്യനുമാണ്, അവൻ വീണ്ടും വരുന്നവനാണ്, അവൻ വിശ്വസ്ത സാക്ഷിയാണ്, അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപനാണ്, അവൻ ആദ്യനും അന്ത്യനുമാണ്, അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്, അവൻ ദാവീദിന്റെ വേരാണ്, അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ നിത്യ പിതാവാണ്. ഇന്ന് രാത്രി ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാടുകൾ ഈ രാത്രി ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് കൈമാറട്ടെ. ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു അടിസ്ഥാനം ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ ഈ രാത്രി ദൈവം ഇടാൻ പോകുന്നു. ഈ രാത്രി എത്ര പേർ കരമടിച്ച് പറയുക, ഈ രാത്രി ആ വെളിപ്പാടുകൾ സ്വർഗം നിന്റെ മേൽ കൈമാറാൻ പോകുന്നു. The revelation of Jesus Christ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് നിന്റെ അകത്തേക്ക് ദൈവം കൈമാറാൻ പോകുന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ നോക്കുകയാണ്. ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ യോഹന്നാൻ കാണുന്നത് മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, അവന്റെ കാൽ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശം. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ആമേൻ, തന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാട്ടിലുള്ള വാൽ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ പ്രതികൂലത്തിൽ ഇറങ്ങി വരുന്ന ക്രിസ്തു ജയാളിയായവനാണ്, അവൻ തേജസ്കരിക്കപ്പെട്ടവനാണ്, അവൻ അത്ഭുതം കൊണ്ട് ദൈവമാണ്. ഒന്ന് നന്നായിട്ട് കരമടിച്ചെന്ന് സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാ വിളിച്ചു പറയുന്നു, നമ്മൾ ആരാധിക്കുന്നവൻ ജയിച്ചവനാണ്, നമ്മൾ ആരാധിക്കുന്നവൻ ജയാളിയാണ്, നമ്മൾ ആരാധിക്കുന്നവൻ നിന്റെ പ്രശ്നത്തിൽ ഇറങ്ങി വരുന്നവനാണ്. യേശുവിന്റെ നാമത്തിൽ അവന്റെ ശബ്ദത്തിന് പ്രത്യേകതയുണ്ട്, അവന്റെ കാലുകൾക്ക് പ്രത്യേകതയുണ്ട്, അവന്റെ മുഖത്തിന് പ്രത്യേകതയുണ്ട്, അവന്റെ മാറത്ത് പൊൻകച്ചയുണ്ട്, അവൻ രാജാതിരാജാവാണ്. ഓ ഞാൻ ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ പ്രതിസന്ധികൾക്കകത്ത്, നിങ്ങളുടെ പ്രതികൂലത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നവൻ സാധാരണപ്പെട്ടവനല്ല, അവൻ ജയാളിയായവനാണ്, അവൻ സർവശക്തനായവനാണ്, അവൻ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ്. അവന്റെ ശബ്ദം കാഹളത്തിനൊത്ത ഒരു വലിയ ശബ്ദമാണ്. എത്ര പേർ രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, ക്രിസ്തുവിന്റെ വെളിപ്പാട് അകത്തു പ്രാപിച്ച ഒരു സഭയെ, ഒരു അഭിഷേകത്തിനെ തകർക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതാണ് റോമാലേഖനത്തിനകത്ത് പൗലോസ് പറയുന്നുണ്ട്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാറാണ്. ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ശക്തികൾക്കും എനിക്കെതിരെ നിൽക്കാൻ കഴിയത്തില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആരാണ്?
കഷ്ടതയ്ക്കോ ഉപദ്രവത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ഉയരത്തിനോ താഴ്ചയ്ക്കോ ഒരു ശക്തികൾക്കും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ആഴമായ വെളിപ്പാട് പ്രാപിച്ചവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ശക്തികൾക്കും ഇതിനെ തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി വെളിപ്പാട് ഹൃദയത്തിനകത്ത് ദൈവം കൈമാറട്ടെ. 2, ചർച്ചിനെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം യോഹന്നാന് കൈമാറി. ദ റെവലേഷൻ ഓഫ് ചർച്ച്, ആ ചർച്ചിനെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം കൈമാറി. ചർച്ചിന്റെ ഇപ്പോഴുള്ള അവസ്ഥകൾ വളരെ പരിതാപകരമാണ്. നമുക്കറിയാം 7 സഭകളെ കുറിച്ചുള്ള ഇപ്പോഴത്തെ അവസ്ഥ, നീ കണ്ടതും ഇപ്പോഴുള്ള അവസ്ഥ ദൈവത്തിന്റെ ആത്മാവ് തുറന്നു കാണിക്കുകയാണ്. എഫെസോസിലെ സഭയെ നോക്കുമ്പോൾ ഒരു സമയത്തുള്ള സഭയുടെ തീഷ്ണത ഭയങ്കരമായിരുന്നു. പക്ഷെ ഇപ്പോൾ എഫെസോസിലെ സഭ ദൈവസ്നേഹം നഷ്ടപ്പെട്ട് ആത്മീകതയിൽ വീണ് കിടക്കുകയാണ്. ആ സഭയോട് പറയുന്നു, മാനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ. അവിടെയും മുഴങ്ങുന്നൊരു ശബ്ദമാണ്. ആത്മാവ് സഭയോട് പറഞ്ഞതെന്ന് ചെവിയുള്ളവൻ പരിശുദ്ധാത്മാവ് അവിടെ സംസാരിക്കുകയാണ്. ഒരു കാലത്ത് കത്തിയ തീജോല ചെറുതല്ല. എഫെസോസിൽ പൗലോസ് മുഖാന്തരം ഉണ്ടായ ഉണർവിന്റെ തീജോല ഭയങ്കരമായിരുന്നു. പക്ഷെ ദൈവസഭ ദൈവസ്നേഹത്തിൽ നിന്ന് വീണുപോയി. ഇന്ന് രാത്രി ഒരു ഉണർവ് നമ്മുടെ സഭയ്ക്ക് ആവശ്യമാണ്. സ്മുർന കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി കടന്നു പോകുന്ന സഭയാണ്. 10 പ്രധാന ഉപദ്രവങ്ങളാണ് സഭയ്ക്കുണ്ടായത്. ആമേ, സാത്താന്റെ ഉപദ്രവങ്ങൾ വരെ സഭയ്ക്കുണ്ടാകുന്നു. എന്നാൽ ആ ചർച്ചിനോട് പറയുന്ന ദൈവിക ദൂതാണ്, മരണപര്യന്തം വിശ്വസ്തയായിരുന്നാൽ ദൈവം ജീവകിരീടം ദൈവം തരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ഇന്ന് രാത്രി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പെർഗമോസിന്റെ സഭ സാത്താന്റെ സിംഹാസനമുള്ള ഇടത്താണ്. പക്ഷെ എങ്കിലും ദൈവനാമത്തെ മുറുകെ പിടിക്കുന്നു. സാത്താൻ പാർക്കുന്നിടത്തും ചർച്ചിരിക്കുകയാണ്. ദൈവനാമത്തെ മുറുകെ പിടിക്കുന്നു. പക്ഷെ പിന്നത്തേതിൽ പറയുന്നു, സഭ ഉപദേശം വിട്ടുപോയി. ബലയാമിന്റെ ഉപദേശത്തിലേക്ക് സഭ പോയി. ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പിലേക്ക് സഭ കടന്നുപോയി. നിക്കല്യ അവരുടെ നടപ്പിലേക്ക് ചർച്ച വഴുതി വീണു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി സഭയോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി ജയിക്കുന്നവനാണ് കിരീടം, ജയിക്കുന്നവനാണ് പുതിയ പേര്, ജയിക്കുന്നവനാണ് ജാതികളുടെ മേൽ അധികാരം. നമ്മളെ ദൈവം വിളിച്ചത് തോൽക്കാനല്ല, ദൈവം നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ വിളിച്ചത് ജയിക്കുവാൻ വേണ്ടിയാണ്. എത്ര പേർ ഇന്ന് രാത്രി ആഴമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ജയിക്കുന്ന അഭിഷേകമുള്ളവർ ഇന്ന് രാത്രി ഇവിടെ എഴുന്നേൽക്കട്ടെ. തുയത്തേര സഭ, അവരുടെ വിശ്വാസം, പ്രയത്നം, പ്രവൃത്തി എല്ലാം ഭയങ്കരമായിരുന്നു. പക്ഷെ താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പിരിക്കുന്ന ഒരു സഭയെ ഭരിച്ചു മുടിക്കുന്ന ഒരു ഇസബേൽ എന്നൊരു ശക്തിയെ അനുവദിക്കുകയാണ്. എത്രയോ സഭകളെ ഇന്ന് രാത്രി, എത്രയോ സഭകളെ ഇന്ന് വിഴുങ്ങുന്നത് ഇസബേലിന്റെ ശക്തികളാണ്. The spirit of Isabel. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്ന ഏലിയാവേ, പ്രാർത്ഥിക്കുന്ന അഭിഷക്തനെ, നീ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഇസബേലിന്റെ ശക്തികൾ തകർന്നു മാറും, ആഹാബിന്റെ ശക്തികൾ തകർന്നു മാറും. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? ചില ദുരാത്മാവിന്റെ ശക്തികളെ തകർക്കുന്ന അഭിഷേകമുള്ള ഏലിയാവുമാ ഇന്ന് രാത്രി ഈ സഭയിൽ എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി അന്യഭാഷയോടെ പ്രാർത്ഥിക്കട്ടെ. അഭിഷേകമുള്ളവർ, ദർശനമുള്ളവർ, ദൈവകൃപ പ്രാപിച്ചവർ, വെളിപ്പാട് പ്രാപിച്ചവർ ഇന്ന് രാത്രി ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ഒരു ആത്മമണ്ഡലം ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ. ചില ഇസബേലിന്റെ സ്പിരിറ്റുകൾ ഇന്ന് രാത്രി ആത്മാവിൽ പൊട്ടി ദൈവസഭ ഒരു അഭിഷേകത്തിലേക്ക് ഇന്ന് രാത്രി മൂവ്മെന്റ് ചെയ്യട്ടെ. ഹല്ലേലൂയ. അനേക സഭകൾ ഇസബേലിന്റെ ശക്തികൾ വ്യാപരിക്കുന്നുണ്ട്. പൗലോസും ശീലാസും അവൾ പറഞ്ഞത് തിരിച്ചറിഞ്ഞു. അവളെ ഭരിച്ചത് ദുരാത്മാവായിരുന്നു, വെളിച്ചപ്പാടത്തിയുടെ ആത്മാവാണ്. പക്ഷെ അവർ ആത്മനിറവിൽ അതിനെ തിരിച്ചറിഞ്ഞിട്ട് ശാസിപ്പാനിടയായി തീർന്നു. ഏതാത്മാവിലാണ് നിയന്ത്രിക്കപ്പെടുന്നു എന്ന് ആത്മാക്കളുടെ വിവേചനം സഭ തിരിച്ചറിഞ്ഞിരിക്കണം. അതിനെ ശാസിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ ആത്മാവിൽ ചലിക്കപ്പെടട്ടെ. സർദീസിലെ സഭ നമുക്കറിയാം, പുറമേ ജീവനുണ്ടെന്ന പേരാണ്, പക്ഷെ സഭ മരിച്ചു കിടക്കുകയാണ്. സ്വതന്ത്രം സ്പിരിച്വൽ ഡെത്ത് വളരെ വിഷയമാണ്. നമ്മൾ നോർമൽ ഡെത്തിനേക്കാൾ ഭയങ്കരമാണ് ആത്മീക മരണം.
നോർമലി നിങ്ങൾ മരിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ് സ്പിരിച്വൽ ഡെത്ത്. ഹല്ലേലൂയ. ജീവനുണ്ടെന്ന് സഭയ്ക്ക് പുറമേ പേരുണ്ട്, പക്ഷെ ആത്മീയത്തിൽ മരിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് സഭയോട് പറയുന്നു, ഉണരണം, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്? ഒരു ഉണർവിന്റെ സഭയായി ഈ സഭയെ ദൈവം മാറ്റാൻ പോകുന്നു. ഒരു നവോത്ഥാനം ഈ സഭയിൽ ഉണ്ടാകാൻ പോകുന്നു. പക്ഷെ ഇന്ന് രാത്രി ഉണരണം. ക്ഷീണിച്ച് തളർന്ന ഏലിയാവേ, ഇന്ന് രാത്രി ദൈവം നിന്നെ തട്ടി ഉണർത്തുന്നു. എഴുന്നേറ്റ് തിന്നുക. ഇന്ന് രാത്രി ഒരു ദൂരയാത്രയുണ്ട്. ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ശിംശോനെ, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു നീരുറവ ദൈവം രാത്രി തുറക്കാൻ പോകുകയാണ്. ആ ഉറവ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് അവൻ വീണ്ടും ജീവിച്ചതുപോലെ ഇന്ന് രാത്രി ശക്തി ഇവിടെ വെളിപ്പെടാൻ പോകുന്നു. എത്ര പേർ രാത്രി ആത്മാവിൽ പറയുന്നുണ്ട്? ശക്തമായ ഒരു കാലത്ത് ശുശ്രൂഷ ചെയ്ത ദൈവദാസന്മാർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് അവരെ ഒതുക്കപ്പെട്ട് ആയിരിക്കുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് പറഞ്ഞ് നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ വീണ്ടും ദൈവം നിങ്ങളെ അതിശക്തമായി തീജ്വാലയായി പുറത്തെടുക്കാൻ പോകുന്നു. എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? ഉണരാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത ചിലര് സർദീസിലെ സഭയ്ക്കകത്തുണ്ടായിരുന്നു. ഫിലദൽഫിയയിലെ സഭ നമുക്കറിയാം, അല്പമേ ശക്തിയുള്ളൂ, പക്ഷെ വിശ്വാസം കാത്തു, വചനത്തെ കാത്തു. ആ സഭയ്ക്കുള്ള പ്രോമിസാണ്, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാർക്ക് വേണ്ടി, വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ മുറുകെ പിടിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വർഗം ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി രാത്രി തുറക്കപ്പെടാൻ പോകുന്നു. ഒന്ന് കരമടിച്ചു പറ, രാജ്യങ്ങളുടെ വാതിലുകൾ. ഇന്ന് രാത്രി ദൈവം തുറക്കാൻ പോകുന്നു. പ്രാർത്ഥിച്ച് നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ അറിയാത്ത ചില വഴികൾ, നിന്റെ തലമുറകൾക്ക് വേണ്ടി നീ അറിയാത്ത ചില ഉയർച്ചകൾ സ്വർഗം നൽകി. ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ ചില പൊൻചെങ്കോലുകൾ നിനക്ക് വേണ്ടി നീട്ടപ്പെടാൻ പോകുന്നു. ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ, ആരും അടയ്ക്കാതെ തുറക്കുന്നവൻ ഇന്ന് രാത്രി നിനക്കായി വാതിൽ തുറക്കാൻ പോകുന്നു. ഈ രാത്രി പ്രാർത്ഥിച്ച് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ. ആമേൻ. ഈ സഭയുമായി ബന്ധപ്പെട്ട ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ദൈവം രാജ്യങ്ങളിൽ ചില തലമുറകൾക്ക് വേണ്ടി ചില വഴികൾ തുറക്കപ്പെടാൻ പോകുന്നു. ചില തലമുറകളുടെ ഭാവികൾ ഉയർത്തപ്പെടാൻ പോകുന്നു. കാലങ്ങളായി മുഴങ്കാലിൽ മടക്കി പ്രാർത്ഥിക്കുന്ന ദൈവദാസിയെ നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി സ്വർഗം നിനക്കായി തുറക്കപ്പെടാൻ പോകുന്നു. എത്ര പേർ രാത്രി വിശ്വസിക്കുന്നുണ്ട്? ദൈവം ചില പുത്തൻ പ്ലാനുകൾ ഈ രാത്രി തുറക്കപ്പെടാൻ പോകുകയാണ്. ആരെല്ലാം വാക്കുമാറിയാലും എന്റെ യേശു വാക്കുമാറത്തില്ല. നിനക്ക് വേണ്ടി വീരത്തിലെ കരം ഈ രാത്രി തുറക്കപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവം തുറക്കുന്ന വാതിൽ എത്ര ശ്രേഷ്ഠകരമാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കും. ഹൃദയത്തിന്റെ കവാടം അടച്ചാലും ഇന്ന് രാത്രി നമ്മൾ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ആ വാതിൽ സ്വർഗം തുറക്കും. ഈ രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാണ്? ലവോദിക്യ സഭ ഉഷ്ണവാനമല്ല, ശീതവാനമല്ല, അതേ സഭ കടന്നു പോകുകയാണ്. ഈ അവസ്ഥയിൽ പോയ സഭയോട് പറഞ്ഞു, ഗുരുതരമായ പ്രശ്നമാണ്. ഈ അവസ്ഥയിൽ പോയ ദൈവം നിന്നെ ഉമിണ്ണുകളെ എന്നുള്ളതാണ്. ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ഇന്നത്തെ ചർച്ച് ലവോദിക്യ സഭയാണ്. ഇന്നത്തെ ചർച്ച് ലോകവുമായിട്ട് കോംപ്രമൈസ് ആണ്. എന്ന് പറഞ്ഞാൽ പകുതി ലോകം പകുതി ആത്മീയം. ഇതാണ് സഭയുടെ അവസ്ഥ. ഒന്നുകൂടി പറഞ്ഞാൽ ചർച്ച് വിശ്വാസ ത്യാഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സഭ മനഃപൂർവ്വമായി പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചർച്ചിന്റെ അകത്ത് എബ്രായ ലേഖനത്തിൽ പറയുന്നു, ക്ഷീണവും മടുപ്പുമായി കഴിഞ്ഞു. സഭ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, വിശ്വാസം, ദൈവവുമായിട്ടുള്ള ആ നിത്യത നഷ്ടപ്പെട്ടു പോകാതെ, ആ കർത്താവുമായിട്ടുള്ള ഉറച്ച വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിനെ മുറുകെ പിടിപ്പാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാണ്? നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതെ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഉണരണം. ഉണർന്നില്ല എങ്കിൽ ദൈവം നിന്നെ എടുത്ത് പുറത്ത് കളയും. ഞാൻ ഈ സഭയുടെ ആത്മാവിൽ പറയുന്നു, ഈ ചർച്ചിനകത്തും ദൈവം ചിലതിനെ എടുത്ത് പുറത്ത് കളയാൻ സമയമായി.
ദൈവം ചിലതിനെ ശുദ്ധീകരിക്കാൻ ദൈവ ദിവസങ്ങളിൽ ശുദ്ധീകരണത്തിലേക്ക് ദൈവം ചില വ്യക്തികളെ നയിക്കപ്പെടാൻ പോകുകയാണ്. പക്ഷെ ഇന്ന് രാത്രി അതിനു മുമ്പ് ഞാൻ ആത്മാവിൽ സഭയോട് പറയുന്നു, ഇന്ന് രാത്രി നീ ഉണരണം. ഹല്ലേലൂയ. ലോകവുമായിട്ട് കോംപ്രമൈസ് ചെയ്യാതെ, ആമേൻ, സ്തോത്രം, ആമേൻ, വീണ്ടും വീണ്ടും ദൈവശബ്ദം കേട്ടിട്ടും മാനസാന്തരമില്ലാതെ ദൈവശബ്ദത്തെ പുറങ്കാല് കൊണ്ട് ചവിട്ടിക്കളയുന്ന വ്യക്തിയെ ഇന്ന് രാത്രി മാനസാന്തരത്തിലേക്ക് വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇന്ന് രാത്രി ദൂതറിയിക്കുന്നു. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കാൻ. ലവോദിക്ക സഭയിലേക്ക് എത്തുമ്പോൾ യേശു പുറത്തായി. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി. എല്ലാവരും അകത്ത് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പക്ഷെ കർത്താവ് അവിടെ ഇല്ല. കർത്താവ് പുറത്താണ്. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു. ഇന്ന് രാത്രി ഉണരുവാൻ ദൈവസഭ തയ്യാറാണോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറാണ്? ഹല്ലേലൂയ. ചർച്ചിന്റെ ഉള്ള അവസ്ഥ പരിശുദ്ധാത്മാവ് യോഹന്നാന് തുറന്നു കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ഏത് അവസ്ഥയിലാണെന്ന് ഒരു പ്രവാചകൻ നമ്മുടെ തലയെ കൈവച്ചില്ല എങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ തൂക്കി നോക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ഇന്ന് രാത്രി സമർപ്പിക്കാൻ എത്ര പേർ ഇതിനകത്ത് തയ്യാറാണ്? ചർച്ച് റെവലേഷൻ ദൈവം യോഹന്നാന് കൈമാറുകയാണ്. മൂന്നാമത്തെ റെവലേഷനാണ് ദ റെവലേഷൻ ഓഫ് ഹെവൻ, സ്വർഗീയ വെളിപ്പാട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ആ വെളിപ്പാടിലേക്ക് എന്നെ കൊണ്ടുപോകണമേ, ആ ദർശനത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. സ്വർഗം യോഹന്നാന് വേണ്ടി തുറക്കപ്പെടുകയാണ്. സ്വർഗം തുറക്കപ്പെട്ടിട്ട് അവിടെ നിന്ന് ഒരു ശബ്ദം, ഇവിടെ കയറി വരിക എന്ന ശബ്ദം അവിടെ മുഴങ്ങുകയാണ്. Come up here. ഇന്ന് രാത്രി ആ ശബ്ദം ഇതിനകത്തേക്ക് മുഴക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ അകത്ത് നിരന്തരമായി മുഴങ്ങുന്ന ഒരു ശബ്ദമാണ് ഇവിടെ കയറി വരിക എന്നുള്ളത്. ഒന്ന് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ്. ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം നിരന്തരമായി മുഴങ്ങുന്ന ശബ്ദമാണ്. ആമേൻ. നിങ്ങൾ നോക്കുക, പുറപ്പാടിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് ദൈവം മോശയെ വിളിച്ചു. ആ ദർശനം മോശയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. പിന്നത്തേതിൽ ദൈവം മോശയെ വിളിക്കുന്നുണ്ട്. സീനായിയുടെ മുകളിൽ നിന്നുകൊണ്ട് സീനായിയുടെ മുകളിലേക്ക് ദൈവം മോശയെ വിളിക്കുന്നു. ഇവിടെ കയറി വരിക. ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് എത്ര ശ്രേഷ്ഠകരമാണ്. ദൈവത്തോടൊപ്പം മോശ ആയിരിക്കുമ്പോഴാണ് മോശയുടെ ത്വക്ക് പ്രകാശിച്ചത്. ദൈവത്തോടൊപ്പം മോശ ആയിരിക്കുമ്പോഴാണ് ഒരു സ്നേഹിതനെ പോലെ ദൈവം സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം മോശയുടെ കൂടെ 10 കൽപ്പനകൾ കൈമാറുകയാണ്. ജനത്തിന് കൈമാറാനുള്ള ദൂത് ദൈവം മോശയെ കൈമാറുകയാണ്. ഏതൊരു ദൈവദാസനും ദൈവവുമായിട്ട് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ആവശ്യമാണ്. ഒരു ചർച്ചിലെ പാസ്റ്റർ ആകട്ടെ, മറ്റൊരു ലീഡർഷിപ്പ് ആകട്ടെ, ദൈവവുമായിട്ടൊരു ആഴമായ ബന്ധം ആവശ്യമാണ്. ദൈവം മോശയോട് ഡയറക്റ്റാ സംസാരിക്കുന്നു. ഈ ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് മോശ പറയുന്നുണ്ട്, അങ്ങയുടെ തേജസ്സിനെ എനിക്കൊന്ന് കാണിച്ചു തരണമേ. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരെ വിളിക്കുന്നു, ഇവിടെ കയറി വരിക. ദൈവ സാന്നിധ്യത്തിൽ മോശ ഇറങ്ങി വരുമ്പോൾ, ആ മഹത്വത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ചെറിയ ഒരു ലീഡർഷിപ്പിന്റെ ആബ്സൻസിൽ അവൻ അഹരോനും ജനങ്ങളെ ഒരുമിച്ച് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുന്നു. ഇന്ന് രാത്രി ദൈവജനം ഉണരേണ്ട രാത്രിയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പലരെയും വിളിക്കുന്നു, ഇവിടെ കയറി വരുക. ദൈവത്തോടൊപ്പം സമയത്തെ ചെലവഴിക്കുക. യേശു കർത്താവ് തന്റെ 3 പ്രധാനപ്പെട്ട യാക്കോബിനെ, പത്രോസിനെ, യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മറുരൂപ മലയിലേക്ക് കടന്നു പോകുകയാണ്. എന്തിനാണ്? ദൈവത്തിന്റെ മഹത്വം കാണാൻ വേണ്ടി, ദൈവിക തേജസ്സിന്റെ ദർശനം കാണാൻ വേണ്ടി, ക്രൂശിന്റെ ദർശനം കാണാൻ വേണ്ടി, കർത്താവിന്റെ വരവിന്റെ ദർശനം കാണിക്കാൻ വേണ്ടി ഇതാ 3 ശിഷ്യന്മാരെ യേശു കർത്താവ് മറുരൂപ മലയിലേക്ക് കൊണ്ടുപോകുന്നു, താബോർ മലയിലേക്ക്. ഇന്ന് രാത്രി ദൈവസഭയോട് ദൈവാത്മാവ് രാത്രി ഇടപെടുന്നു, ഇവിടെ കയറി വരിക. ദൈവത്തോടൊപ്പം ഒരുമിച്ചിരിക്കുന്ന സമയങ്ങൾ എത്ര ശ്രേഷ്ഠകരമാണ്. എത്ര പേർ രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഇന്ന് രാത്രി ഇതിനകത്ത് കയറിയതുപോലെയല്ല, ഇതിനകത്ത് പുറത്തു വരുമ്പോ തീജ്വാലകളാക്കി ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ പുറത്തെടുക്കാൻ പോകുകയാണ്. കർമ്മേലിൽ ഏലിയാവ് ഇരുന്നത് പോലെയല്ല, ആരും കൂടെ ഇല്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഏലിയാവ് ധൈര്യശാലിയായിരുന്നു.
അവൻ പുറത്തു വന്നപ്പോൾ തീച്ചോലയായിരുന്നു. മാളിക മുറിയിൽ അവർ ഒരുമിച്ച് കയറിയത് പോലെയല്ല, തിരിച്ചിറങ്ങിയപ്പോൾ അഗ്നിച്ചോലകളായി അവർ പുറത്തെടുക്കുകയാണ്. ഒന്ന് കരം പിടിച്ച് നന്നായിട്ട് പറ, ഇന്ന് രാത്രി ഇവിടെ വന്നതുപോലെയല്ല. ദൈവസ്ഥലം കയറിയെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഒരു അഭിഷേകത്തോട്. അല്പസം അന്യഭാഷയോട് ആരാധിച്ചേ. ഇന്ന് രാത്രി സ്വർഗം തുറക്കുന്ന വെളിപ്പാട്, സ്വർഗം തുറക്കുന്ന ദർശനങ്ങൾ ദൈവാത്മാവ് രാത്രി പ്രാപിക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്ന യോഹന്നാന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന യാക്കോബിന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന സ്തേവാനോസിന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന എഗസ്കേലിന് വേണ്ടി സ്വർഗം തുറക്കുന്നു. പോരാ പോരാ പോരാ, അന്യഭാഷയോടെ രാത്രി ആരാധിച്ച് ഈ സെക്ഷൻ അവസാനമായി സ്വർഗം തുറക്കുന്ന ചില വെളിപ്പാടുകൾ, സ്വർഗം തുറക്കുന്ന ചില ദിവ്യ ദർശനങ്ങൾ പരിശുദ്ധാത്മാവ് രാത്രി കൈമാറുന്നു. ദൈവത്തോട് ഇരുന്നത് നീ വൃഥാവല്ല, നീ പ്രാർത്ഥിച്ചത് വൃഥാവല്ല. നിനക്ക് വിരോധമായി പൊങ്ങിയ ചില കഴുകുമരങ്ങൾ സ്വർഗം അഴിച്ചു മാറ്റുന്നു. നിനക്കെതിരെ ചില കെട്ടിയ ചില ബന്ധനങ്ങൾ നീ പോലും അറിയാതെ ഇന്ന് രാത്രി സ്വർഗം അഴിച്ചു മാറ്റുന്നു. കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷിയായി ഈ രാത്രി ദൈവത്തിനെ പുറത്തെടുക്കാൻ പോകുന്നു. നമ്മൾ കേൾക്കാൻ പോകുന്ന ശബ്ദം ഇതാണ്, ഇവിടെ കയറി വരിക. എത്ര പേർ രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിനെ ദൈവം വിളിച്ചു, ഇവിടെ കയറി വരാൻ പറഞ്ഞു. ദൈവത്തിന് വിടുന്ന ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ പറയുന്നു, സഭ കേൾക്കാൻ പോകുന്നു, ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം. കർത്താവിന്റെ വരവിന്റെ അടുത്ത ഘട്ടം, 2 ഘട്ടങ്ങളാണ്. ഒന്ന് രഹസ്യവരവും, 2 പരസ്യവരം. ഹല്ലേലൂയ. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്ന ആത്മീയ വെളിപ്പാടനുസരിച്ച് സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. എത്ര പേർക്ക് അപ്രത്യാശ ഇന്ന് രാത്രി? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കാനിടയായി തീരും. എത്ര പേർ ഇന്ന് രാത്രി പ്രത്യാശിക്കുന്നുണ്ട്? ആ കാഹളം മുഴങ്ങാൻ സമയമായി, ആ ദൈവശബ്ദം മുഴങ്ങാൻ സമയമായി. ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു, യേശുവിന്റെ വരവ് സംഭവിക്കാൻ പോകുന്നു. അതാണ് യോഹന്നാൻ കണ്ടത്. സ്വർഗം തുറന്നു, സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് ഇരിക്കുന്നു. 24 മൂപ്പന്മാർ, 4 ജീവികൾ, അവർ രാപ്പകൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടേയിരിക്കുന്നു. എത്ര മനോഹരമാണ് സ്വർഗം, അല്ലയോ? ഹല്ലേലൂയ. അവിടെ പിതാവുണ്ട്, അവിടെ പുത്രനുണ്ട്, അവിടെ പരിശുദ്ധാത്മാവുണ്ട്, അവിടെ അസംഖ്യ ദൂതന്മാരുണ്ട്, മുദ്രയിടപ്പെട്ട 144,000 പേരുണ്ട്, വെള്ള ധരിച്ചൊരു വലിയ മഹാപുരുഷാരം അവിടെ ഉണ്ട്, അവിടെ വിശുദ്ധന്മാരുണ്ട്. നമ്മുടെ പ്രത്യാശ അവിടെ പോകുമെന്നുള്ളതാണ്. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ് കുഞ്ഞാട്ടിന്റെ കല്യാണം. കുഞ്ഞാട്ടിന്റെ കല്യാണ മഹത്ദിനത്തിൽ സഭയെ ദൈവം മാനിക്കുമ്പോൾ, വിശുദ്ധന്മാരെ മാനിക്കുമ്പോൾ, അന്നവിടെ പ്രതിഫലം വിഭജിക്കപ്പെടും. തേജസ്സിന്റെ കിരീടങ്ങൾ, വാടാത്ത കിരീടങ്ങൾ, മുത്തുകളാൽ പതിപ്പിക്കപ്പെട്ട കിരീടങ്ങൾ ദൈവം ഇവർക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ആ സമയത്ര ശ്രേഷ്ഠകരമാണ്. ആ കിരീടങ്ങളുടെ കൂട്ടത്തിൽ അടുത്ത് കൊടുക്കുന്ന കിരീടമാണ് ജയാളികൾക്കുള്ള കിരീടം. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറഞ്ഞത്, തോൽക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്, ജയിക്കാൻ. എത്ര പേർ രാത്രി ജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുകയാണ്. നമ്മൾ ജയിക്കണം, ലോകത്തെ ജയിക്കണം, ജഡത്തെ ജയിക്കണം, പിശാചിനെ ജയിക്കണം, ദുരുപദേശങ്ങളെ ജയിക്കണം, കൊടിയ ചെന്നായ്ക്കളെ ജയിക്കണം, ബിലയാമിന്റെ ഉപദേശങ്ങളെ ജയിക്കണം, സാത്താന്റെ ആഴങ്ങളെ നമ്മൾ ജയിക്കണം. ജയിക്കുന്നവർക്ക് അവിടെ പ്രത്യേക കിരീടമുണ്ട്, ജയിക്കുന്നവർക്ക് പ്രത്യേക പദവികളുണ്ട്, അവർക്ക് പ്രത്യേക പ്രതിഫലങ്ങളുണ്ട്. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഇന്ന് രാത്രി എനിക്ക് സ്വർഗം വേണം, എനിക്ക് നിത്യത ആവശ്യമെന്ന് എത്ര പേർ ഇന്ന് രാത്രി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്? പിശാചിനും അവന്റെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയ നിത്യാഗ്നിയിൽ ഒറ്റ കുഞ്ഞുങ്ങൾ കടന്നു പോകരുത്. ഞാനൊരു കാര്യം വേഗത്തിൽ പറയാം. ഒരു പ്രസിദ്ധനായ ദൈവദാസൻ പറഞ്ഞതാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും സ്വർഗത്തിൽ കാണത്തില്ല. അതെത്ര വലിയ റവറന്റ് ആണെങ്കിലും, എത്ര വലിയ ഡിസ്ട്രിക്ട് DP ആണെങ്കിലും, നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും സ്വർഗത്തിൽ കാണത്തില്ല.
അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സഭയോട് ഗൗരവമായിട്ട് പറയുന്നു, നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. ഇന്ന് മരിച്ചാലും ഈ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങി പോകുമ്പോഴാണ് കർത്താവ് പറയുകയാണ്, ഇവിടെ കയറി വരാന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല, പോയേ പറ്റത്തുള്ളൂ. എത്ര പേർ രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഇന്ന് മരിച്ചാലും നമ്മൾ സ്വർഗ്ഗത്തിൽ കാണണം. എത്ര പേർ രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദേഹത്തെ കൊല്ലുന്നവനെ നിങ്ങൾ പേടിക്കണ്ട. ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും നരകത്തിൽ തള്ളിയിടാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടണം. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭീരുക്കളും വിശ്വാസികളും അറയ്ക്കപ്പെട്ടവരും ബിംബാരാധികളും ഇവരാരും സ്വർഗത്തിൽ കടക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു കൂട്ടം ജനം ഞാൻ ആത്മാവിൽ കാണുന്നു. വിശുദ്ധന്മാർ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, വിശുദ്ധന്മാർ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആ സ്വർഗത്തിലേക്ക് പറന്നുയരും. നമ്മുടെ പ്രാണപ്രിയനെ മുഖാമുഖം കാണും. ഇതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ആത്മീയ കണ്ണുകൾ ഇന്നിനകത്ത് തുറക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവിന്റെ ആമേൻ സ്വന്തം രഹസ്യ വരവ് അതെപ്പോഴാണെന്ന് നമുക്കാർക്കും അറിയത്തില്ല. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ. അന്ന് രണ്ടുപേർ ഒരുമിച്ചായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ കൈവിടപ്പെടും. ഒരു പക്ഷേ തീവണ്ടി ഓടിക്കുന്ന ആൾ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഓടിക്കുന്ന ആൾ, അങ്ങേര് ആ പുള്ളി രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ പുള്ളി എടുക്കപ്പെടും. ഹല്ലേലൂയ. അന്ന് ഭയങ്കര ക്രാഷിംഗ് നടക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തുപോയി. നോഹയുടെ കാലം പോലെ, ലോത്തിന്റെ കാലത്തെ പോലെ ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. അത്രയും വഷളത്വം നിറഞ്ഞ ഈ ലോകത്തിൽ ഇന്ന് യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും കാണുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവ് വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് രാത്രി എത്ര പേര് ഒരുങ്ങിയിട്ടുണ്ട്? നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ രക്ഷിക്കപ്പെടുവാൻ കഴിയാതെ, ഇതുവരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ കഴിയാതെ, ഇതുവരെ മാനസാന്തരപ്പെടാൻ കഴിയാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി റൈറ്റ് ടൈമാണ്. ഇതാകുന്നു രക്ഷാ ദിവസം. ഒറ്റ കുഞ്ഞുങ്ങൾ കൈവിടപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ സഭ ഇന്ന് രാത്രി പൊതുവിൽ സഭയോട് ഇന്ന് രാത്രി ആഹ്വാനം നൽകുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം, ആമേൻ സ്തോത്രം, കർത്താവിന്റെ വരവാണ്. ബൈബിളിൽ രണ്ട് യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഹർമഗദോൻ യുദ്ധം, ഗോഗോമുഖ യുദ്ധം. നമ്മൾ ഇന്ന് കാണുന്ന യുദ്ധങ്ങളൊന്നും ഒന്നുമല്ല, പക്ഷെ നമ്മൾ റിയൽ ആയിട്ടുള്ള യുദ്ധം കാണാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അതത്ര ഭയാനകമായിരിക്കും, അതത്ര കാഠിന്യമായിരിക്കും. ഒറ്റ കുഞ്ഞു പോലും അവൻ ആ ഭരണത്തിന് കീഴിലാകാതിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ പറയുന്നുണ്ട്, കർത്താവേ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്, ദൈവമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെട്ടു പോകരുത്, കർത്താവിന്റെ വരവെങ്കിൽ ഞങ്ങൾ തള്ളപ്പെട്ടു പോകരുത്. ഇന്റെ സമയത്തിന്റെ പരിധി മുഖേന നമ്മുടെ കണ്ണുകളെല്ലാം അടയ്ക്കാൻ ദൈവത്തോട് രാത്രി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുപോയി. അവൻ മേഘാരൂഢനായി വരാൻ സമയമായി. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഫലം കൊടുപ്പാൻ എന്റെ പക്കലുണ്ട്. വെളിപ്പാടിന്റെ പൂർണ്ണതയുടെ വാക്യം ഇതാണ്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതീകരിക്കപ്പെടട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. എല്ലാ കണ്ണുകളും രാത്രി അടയ്ക്കപ്പെടാം. ഇതുവരെയും ആമേൻ ഒരു മാനസാന്തര ജീവിതം നയിക്കുവാൻ കഴിയാതെ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയാതെ ഇന്നും പാപത്തിന്റെ വഴിയിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ എന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്, എനിക്ക് സ്വർഗത്തിൽ പോകണം, കർത്താവിനോടൊപ്പം ഒരുമിച്ച് വാസം ചെയ്യണം. ഇന്ന് രാത്രി ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന സംഭവങ്ങൾ ഇന്ന് രാത്രി നടക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കാം. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഒരു പക്ഷെ ഇന്ന് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും മരിച്ച അവസ്ഥയിലാണോ, അതോ ഉഷ്ണവാനും ശീതവാനും അല്ലാതെ പോകുന്നൊരു അവസ്ഥയാണോ? ജീവിതത്തിന്റെ അകത്ത് വീണ് തോൽവിയടഞ്ഞ് വീണ്ടും വീണ്ടും പരാജയപ്പെട്ട് വീണുപോയ അവസ്ഥയാണ്. ഇന്ന് രാത്രി സഭ ഒന്ന് ഉണരട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി ഇന്ന് രാത്രി വിശുദ്ധിയോടെ
സഭ ഇന്ന് രാത്രി ഒന്ന് ഒരുങ്ങപ്പെട്ടെ. നാളുകൾ അധികമില്ല, സമയങ്ങൾ അധികമില്ല. കാഹളം കേൾക്കാൻ സമയമായി. സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടാൻ സമയമായി. ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം നമ്മൾ കേൾക്കാൻ സമയമായി. ഇനി അധിക നാളുകളില്ല. 7 മുദ്രകൾ ഇവിടെ 7 മുദ്രകൾ ഇവിടെ ആമേശത്വം പൊട്ടിക്കപ്പെടും. അത് മാത്രമല്ല, കാഹളങ്ങൾ 7 കാഹളങ്ങൾ ഇവിടെ ഊതപ്പെടും. ക്രോധ കലശങ്ങൾ ഇവിടെ ചൊരിയപ്പെടും. പിശാചിനെയും സാത്താനെയും ബന്ധിക്കുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരു ന്യൂ ജെറുസലേം, ഒരു പുതിയ യെരൂശലേം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. രോഗമില്ലാത്ത, കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്തൊരു നഗരം, ഒരു നാട് യേശു നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യാശ അത് മാത്രമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകണ്ട. നമുക്ക് വേണ്ടി വാസസ്ഥലം എൻ്റെ അപ്പൻ ഒരുക്കപ്പെടുന്നുണ്ട്. എത്ര പേർ രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് രാത്രി ആ വരവിനായിട്ട്, ആമേൻ കർത്താവായ യേശുവേ അങ്ങ് വേഗം വരയണമേ എന്ന് എത്ര പേർ രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്? ഒരു നിമിഷം എല്ലാ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ദൈവത്തോട് രാത്രി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ വലിയ ദൈവശക്തി ഈ ദുഷ്ട ലോകത്തെ ജയിക്കുവാൻ, പാപം നിറഞ്ഞ, വഷളത്വം നിറഞ്ഞ ഈ ദുഷ്ട ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. നാളെ ഒരു വിശുദ്ധ സമാരാധനയാണ്. നാളെ ഒരു മഹത്തരമായ 26 ശുശ്രൂഷയിൽ ഒരു ലോർഡ് സപ്പറിൽ നമ്മൾ കടക്കും. ആമേൻ. ശുശ്രൂഷ നമ്മൾ പങ്കാളികളായി മാറും. ആമേൻ. നമ്മൾ കർത്താവിനെ മുഖാമുഖം കാണുന്ന ഒരു സമയമുണ്ട്. നമ്മൾ ഒരുമിച്ച് ബന്ദി ഭോജനത്തിൽ നമ്മൾ ഏർപ്പെടുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ പ്രത്യാശ അത് മാത്രമാണ്. ഇന്ന് രാത്രി എല്ലാവരും ഒരുമിച്ച് ആത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഒരു വിശുദ്ധിയിലേക്ക്, സഭ ഒരു വിശുദ്ധീകരണത്തിലേക്ക്, ഒരു തേജസ്കരണത്തിലേക്ക്, ഒരു മഹത്വത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് സഭയൊന്ന് ഒരുക്കിയെടുക്കട്ടെ. ഒരുമിച്ച് രാത്രി പ്രാർത്ഥിച്ച് ഓ ശബാരകൾക്ക് മനഘടക. അനേക വിശുദ്ധന്മാർ നമ്മെ വിട്ടു പോയി, അനേക ഭക്തന്മാർ നമ്മെ വിട്ടു പോയി. ഒരു സാക്ഷികളുടെ വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളും ഒരു ദിവസം ഇവിടെ നിന്ന് പോയേ മതിയാകത്തുള്ളൂ. ഒരുമിച്ച് രാത്രി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മഹത്വം രാത്രി വെളിപ്പെട്ട് വരട്ടെ. ആ ദൈവ സാന്നിധ്യത്തിന് രാത്രി വെളിപ്പെട്ട് വരട്ടെ. വെളിപ്പാടിന്റെ കലവറകൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഈ രാത്രി തുറക്കുന്നു. ഒരു വലിയ ആത്മനിറവിന്റെ ഒരു അഭിഷേകത്തിലേക്ക് സ്വർഗം നിങ്ങളെ മാറ്റുന്നു. ഒരു വലിയ ആത്മതലങ്ങൾ നിങ്ങൾക്കായി സ്വർഗം തുറക്കപ്പെടുന്നു. ഇന്ന് രാത്രി ഒരു വലിയ ദൈവശക്തി ഈ ഹോളിലേക്ക് ഇന്ന് രാത്രി ചലിക്കപ്പെടുന്നുണ്ട്. ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെ? ആരും തള്ളപ്പെട്ടു പോകരുത്. ദൈവാത്മാവ് ഈ PMG ചർച്ച് ദൈവാത്മാവ് പറയുന്നു 2025 പലരെയും വിശുദ്ധീകരിച്ച് ദൈവം ചിലരെ സഭയിൽ നിന്ന് ചേർക്കാൻ പോകുന്നു. ആത്മാവ് പറയും. എത്ര പേർ രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവിന്റെ വരവ് അടുത്തുപോയി. അനേക വിശുദ്ധന്മാർ ഇവിടെ നിന്ന് പറന്നുപോയി. അനേക ഭക്തന്മാർ ഇവിടെ പറന്നുപോയി. മിനിറ്റുകൾ എത്രയാണെന്ന് അറിയത്തില്ല, സെക്കൻഡുകൾ എത്രയാണെന്ന് അറിയത്തില്ല, മണിക്കൂറുകൾ എത്ര ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. എത്ര പേര് പറയും, കർത്താവേ ഞങ്ങളുടെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. ആത്മീയ കണ്ണുകൾ ഈ രാത്രി തുറക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് സഭയെ ഇന്ന് രാത്രി ഒരുക്കിയെടുക്കുന്നു. ദൈവാത്മാവ് ചർച്ചിനെ ഒന്ന് ഒരുക്കിയെടുക്കുന്നു. ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ. ഓ ഹല്ലേലൂയ. ആരും തള്ളപ്പെട്ടു പോകാതെ നിത്യതയിലേക്ക് ആ മഹാപ്രതിഫലങ്ങൾ, ഓഹരികൾ. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സമ്പത്ത് വലുതാണ്, നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതാണ്. അത് നിങ്ങൾ തള്ളിക്കളയരുത്. വലിയൊരു പ്രതിഫലം നിങ്ങൾക്കായി എന്റെ അപ്പൻ സ്വർഗത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഓ ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങൾക്ക് വേണ്ടി എന്റെ അപ്പനെ ഒരുക്കുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുനീരെല്ലാം അവൻ തുടയ്ക്കുന്നു, നമ്മുടെ വേദനകളെല്ലാം അവൻ മാറ്റുന്നു. കുഞ്ഞാട് അതിന്റെ വിളക്കായി നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ അഭിഷേകം ഇന്ന് രാത്രി ഹോളിൽ ചലിക്കുന്നുണ്ട്. ഒരു വലിയ ആത്മസാന്നിധ്യം ഇന്ന് രാത്രി ഹോളിൽ ചലിക്കുന്നുണ്ട്. നമ്മുടെ കരങ്ങൾ ഒരുമിച്ച് ഉയർത്തിയേ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതിന്റെ ആരംഭത്തേക്കാൾ അവസാനം ഏറ്റവും ശ്രേഷ്ഠമാക്കി മാറ്റുന്നുവെങ്കിൽ ഇന്ന് രാത്രി അങ്ങയുടെ കാഹളം മുഴങ്ങാൻ സമയമായി. അങ്ങയുടെ വരവ് അടുത്തുപോയപ്പോ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഞങ്ങൾ കാണുമ്പോ യേശുവിന്റെ വരവ് വാതിൽക്കലെത്തിക്കഴിഞ്ഞു. ഇന്ന് രാത്രി ഒരു കൂട്ടം വിശുദ്ധന്മാർ ഇവിടെ ഉയർത്തെഴുന്നേൽക്കുമ്പോ ആ നിത്യതയിൽ ആ പൊൻപുലരിയിൽ
ഞങ്ങൾ കാണുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്കുണ്ടപ്പാ. ഒറ്റ വ്യക്തികൾ തള്ളപ്പെട്ടു പോകലെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് കർത്താവേ കറയും ചുളുക്കമൊന്നുമില്ലാതെ ഒരു വിശുദ്ധിയോടെ അങ്ങയുടെ മണവാട്ടി സഭയെ അങ്ങ് ഒരുക്കുന്ന മഹൽ കൃപകൾക്കായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയും ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ അഭിഷക്തന്മാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ മഹത്വം മഹിമ കണ്ട സാക്ഷികളായി ഇന്ന് രാത്രി അവർ മാറട്ടെ. അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ ഒരുക്കും. ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ പകലും രാത്രി എന്നെ ഈ മീറ്റിംഗിന് ക്ഷണിച്ച സഭയ്ക്കും ദൈവദാസന്മാർക്ക് എല്ലാവർക്കും നന്ദി. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം വരെയുള്ള അനേകം ദൈവിക വെളിപ്പാടുകളെ സ്പർശിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് തന്ന എല്ലാ വചനങ്ങൾക്കായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ, കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ, ഹല്ലേലൂയ, ആത്മ സാന്നിധ്യമുള്ളവനായി തന്റെ ജീവിതത്തിൽ കണ്ട വെളിപ്പാടുകൾ, ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗത്തെ കുറിച്ച് താൻ വെളിപ്പാട് കാണുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ യെരുശലേമിനെ കുറിച്ച് താൻ വെളിപ്പാട് കാണുവാനിടയായി. ഹല്ലേലൂയ, പുതിയ ഭൂമിയെ കുറിച്ച്, പുതിയ ആകാശത്തെ കുറിച്ച് താൻ വെളിപ്പാട് കാണുവാനിടയായി. എല്ലാറ്റിനും ഉപരിയായിട്ട് ക്രിസ്തുവിനെ താൻ കാണുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടുന്ന ക്രിസ്തുവിനെ ആഴമായി നാം കാണുവാനിടയാകേണ്ടതിന്, ഹല്ലേലൂയ, ഓരോ ദിവസവും ആ ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിൽ പിന്നെയും മുൻപോട്ട് പോകുവാൻ, ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപിൽ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാനെ പോലെ അഭിഷിക്തനായി, ആത്മ നിറവുള്ളവനായി, ആത്മശക്തിയോടെ പിന്നെയും മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും ദൈവം ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നാം ഓരോരുത്തരും കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന ആ അനുഭവത്തിന് വേണ്ടി ഓരോ നാളും ആത്മനിറവോടെ, ആത്മീക വെളിപ്പാടോടെ കാണേണ്ടുന്ന ആത്മീയ അനുഭവങ്ങളെല്ലാം ദൈവസന്നിധിയിൽ കണ്ടുകൊണ്ട് കടന്നു പോകുവാൻ നമ്മെ ദൈവം ഇടയാക്കേണ്ടതിന് കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ സമർപ്പിച്ച് എല്ലാവരും ഒരു നിമിഷം ശാന്തമായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ഇന്ന് പകലും രാത്രിയിലും ശക്തമായി ദൈവം കരങ്ങൾ എടുക്കുവാനിടയായി. നമുക്ക് വേണ്ടുന്ന ആത്മീയ ദൂതുകൾ, വചനങ്ങൾ ദൈവം തരുവാനിടയായി. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തെ ആരാധിപ്പാനും ഉപവസിപ്പാനും ഇന്ന് പകലും രാത്രിയിലും ദൈവം നമ്മെ സഹായിച്ചു. ദൈവം തന്ന എല്ലാ വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നാളത്തെ വിശുദ്ധ സഭായോഗത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നടക്കുന്ന എല്ലാ അനുഗ്രഹിത ശുശ്രൂഷകളെയും ഓർത്ത്, തിരുമേശ ഓർത്ത് എല്ലാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് ഞങ്ങൾക്ക് ഒരുക്കി തരേണ്ടതിനായി കർത്താവ് ഇടയാക്കണമേ എന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാ ഈ രാത്രി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മുരളി മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം. ഇവിടെ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവേ ഇടദാസന്മാരെ തകസമയത്ത് അയച്ചു കടന്നു വന്ന ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പട്ടണത്തിൻ്റെ നടുവിൽ കർത്താവേ സ്തോത്രം, പട്ടണത്തിൻ്റെ വിടുതലിന് വേണ്ടി പട്ടണത്തിൽ ഉയർന്നു വരുന്ന ദുരാത്മാവിൻ്റെ ശക്തികളെ അതിൻ്റെതായ ബലത്തേക്ക് എടുത്തുവാൻ തക്കവണ്ണം ദൈവം സഭയെ എവിടെ ആക്കി വെച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഉപവസിച്ച ദൈവമേ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ നിങ്ങൾ വായിക്കുന്നല്ലോ. അപ്രകാരം ദൈവമേ ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകരായ ദൈവത്തിന്റെ ദാസന്മാരെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ സഭയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവേ അങ്ങയുടെ രക്തത്താലും വചനത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. 2 വീലിൽ യാത്ര ചെയ്യുന്നവർ, 4 വീലിൽ യാത്ര ചെയ്യുന്നവർ, ഹല്ലേലൂയ, എല്ലാവരെയും ഓർക്കുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. പട്ടണത്തിൽ കർത്താവേ സ്തോത്രം.
ഹല്ലേലൂയ ഹല്ലേലൂയ മറഞ്ഞു നിന്നുകൊണ്ട് ഹല്ലേലൂയ ആഭിചാര മാന്ത്രിക ശക്തികൾ ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന എല്ലാ ഡീമൺ സ്പിരിറ്റും ഹല്ലേലൂയ സഭയായി ഒരുമിച്ച് ഹല്ലേലൂയ അതിന്റെ ശക്തിയെ ബ്രേക്ക് ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം സഭയ്ക്ക് നൽകിയ അധികാരം ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ ജനത്തെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഉച്ചരിക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആകാശമണ്ഡലത്തിൽ കൂടി ഹല്ലേലൂയ കർത്താവേ പോരാടുന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തികളെ അതിനെ ബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവം നൽകിയ അധികാരം ഉപയോഗിക്കുവാൻ ദൈവസഭയെ കർത്താവ് സഹായിക്കുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചനം അറിയിച്ച അങ്ങയുടെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെയും വൈകുന്നേരവും കർത്താവെ തിരുവചനം അറിയിക്കുവാൻ അങ്ങയുടെ ദാസനെ ദൈവം സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കേൾക്കപ്പെട്ട വചനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവെ അത് വലിയ അനുഗ്രഹമായി തീരുവാൻ അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പരിശുദ്ധ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷാൽ ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ ആമേൻ. ഇന്ന് പകലിലും ഇന്ന് രാത്രിയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് അനുഗ്രഹിത ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റിജി രാജിനോടുള്ള നന്ദി തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം കർത്തൃദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കളും നാളെ കൃത്യസമയത്ത് തന്നെ സഭായോഗത്തിന് എത്തിച്ചേരുക, ഒരുക്കത്തോടെ കടന്നു വരിക. അല്ലേ സ്തോത്രം. വിശുദ്ധ തിരുമേശയും നമ്മുടെ മധ്യയിൽ ആ ശുശ്രൂഷയും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.